സാറിനെ ഇവിടെ വന്ന് കണ്ടതിൽ വളരെ സന്തോഷം. എനിക്കും സന്തോഷം. ഈ ഒരുപാട് കാലത്തെ ഒരു എന്നാലും ബൃഹത്തായ ഒരു പ്രവൃത്തി പരിചയത്തിലാണ് സാറ് നിൽക്കുന്നത്. ഞാൻ സാറിന്റെ പ്രൊഫൈൽ നോക്കിയപ്പോൾ സാറ് സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദാനന്റെ ബിരുദം എടുത്തിട്ട് പിന്നെ ഈ മേഖലയിൽ പത്രപ്രവർത്തന മേഖല എങ്ങനെ പഠിച്ചാണ് വിശദീകരിക്കണം? അതെ, അതായത് എനിക്ക് ഈ സ്കൂൾ വിദ്യാഭ്യാസം ഉള്ളപ്പോൾ തന്നെ ഞാൻ അന്നത്തെ ഞങ്ങളുടെ സ്കൂൾ ആനുവൽ ഫെസ്റ്റിവൽ ഉണ്ട്, ആനിവേഴ്സറി, അതിലൊക്കെ ഞാൻ ചെറുകഥാ മത്സരത്തിലും പ്രഭാഷണ മത്സരത്തിലും ഒക്കെ പങ്കെടുക്കുമായിരുന്നു. അപ്പോൾ അന്ന് 7ാം സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോൾ തന്നെ ഞാൻ ഈ ചെറുകഥാ മത്സരത്തിൽ പങ്കെടുത്ത് എനിക്ക് 1ാം സമ്മാനം കിട്ടിയിട്ടുണ്ട്. അന്ന് ടാറ്റാപുരം സുകുമാരൻ, മാവേലിക്കരി അച്യുതൻ ഇവരെല്ലാം വന്ന് പിന്നെ ഈ ആനിവേഴ്സറിക്ക് വന്ന് എനിക്ക് പ്രസൻറ്റേഷനൊക്കെ തന്നു, ബുക്സാണ് തന്നത്. അപ്പം തന്നെ എനിക്ക് ഈ പുസ്തകങ്ങളോടും അതുപോലെ വാർത്തകളോടും ഒക്കെ എനിക്ക് വലിയൊരു ആഭിമുഖ്യം ഉണ്ടായിരുന്നു. അപ്പം ഞാനിവിടെ വന്നത് തന്നെ SSLC പരീക്ഷ എഴുതി ഉടനെ ഞാനിവിടെ എത്തി. 1964 ജൂൺ 1 ഞാനിവിടെ എത്തി. അപ്പം എനിക്ക് 14 വയസ്സേ ഉള്ളൂ. ഞാനിവിടെ എത്തിയത് തന്നെ ഉപരിപഠനത്തിന് വേണ്ടിയാണ്. അന്ന് എന്നാ വെച്ചാൽ നമ്മുടെ നാട്ടിൽ ഈ കോളേജിൽ പഠിക്കാൻ ഉണ്ടെങ്കിൽ എറണാകുളത്ത് മഹാരാജാസ് കോളേജ്, ട്രിവാൻഡ്രം, അങ്ങനെ 2-3 കോളേജൊക്കെ ഉള്ളൂ. കോട്ടയത്ത് ഈ ഞങ്ങളുടെ വൈക്കം എന്ന് പറയുന്ന സ്ഥലത്തൊന്നും കോളേജില്ല. അപ്പോൾ അവിടെയൊക്കെ വിട്ട് പഠിപ്പിക്കാനുള്ള സാമ്പത്തിക സ്ഥിതി അന്ന് അച്ഛനില്ലാത്ത കാരണമാണ് ഹൈദരാബാദിൽ ഒരു അമ്മാവനുണ്ട്. അപ്പോൾ പുള്ളി പറഞ്ഞു ഇവിടെ നമുക്ക് ഇത് ഉപരിപഠനം കോളേജ് പഠനത്തിനൊക്കെ നല്ല സ്കോപ്പുള്ള സ്ഥലമാണെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വന്നത്. അങ്ങനെ ഇവിടെ വന്ന് ഞാൻ BSc ആണ് ഞാൻ ആദ്യം പാസ്സായത്. പക്ഷേ ഈ BSc പാസ്സാകുമ്പോഴും എനിക്ക് ഈ സയൻസിനോട് അത്ര ആഭിമുഖ്യമൊന്നുമില്ലായിരുന്നു. എനിക്ക് അപ്പോഴും ഈ ആർട്സ്, അങ്ങനെയുള്ള ലിറ്ററേച്ചർ, ഇങ്ങനെയുള്ള ഇതിനോടായിരുന്നു എടുക്കും. അന്നും ഞാൻ ഈ ലെറ്റേഴ്സ് എഡിറ്റർ ഒക്കെ പേപ്പറിലൊക്കെ എഴുതും. അപ്പോൾ അതിനകത്തൊക്കെ ഈ പേപ്പറിലുള്ള ആഭിമുഖ്യം എനിക്ക് അന്നേ ഉണ്ട്. അങ്ങനെയാണ് ഞാനൊരു ദിവസം ഈ ഡെക്കൻ ക്രോണിക്കിളിൽ നിന്ന് അഡ്വർടൈസ്മെൻറ്റ് വരുന്നതും സബ് എഡിറ്റർ ട്രെയിനി ആയിട്ട് ഒരു അഡ്വർടൈസ്മെൻറ്റ് വരുന്നു. ഞാൻ വെറുതെ അപേക്ഷിക്കുന്നു. BSc കഴിഞ്ഞ് ജസ്റ്റ് കഴിഞ്ഞുള്ളൂ. അപ്പോൾ അവർ ഇൻ്റർവ്യൂവിന് വിളിക്കുന്നു. അവർ ഒരു 1-2 വിഷയങ്ങൾ തരുന്നു, അതിനെപ്പറ്റി എഴുതാൻ പറയുന്നു. വേറെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നു, അതിനൊക്കെ എഴുതി. അങ്ങനെ അതിൽ ഞാൻ സെലക്റ്റായി. പിന്നെ ജേർണലിസ്റ്റ് ട്രെയിനി ആയിട്ട് ഡെക്കൻ ക്രോണിക്കിളിൽ 1970 ചേരുന്നു. 1970 ഏപ്രിൽ 26-ാം തീയതി ഞാൻ ചേരുന്നു. അപ്പോൾ 50 വർഷം ആയി ഞാൻ ഈ പത്രപ്രവർത്തന രംഗത്ത്. അത് കഴിഞ്ഞ് പിന്നെ ഇടതടവില്ലാത്ത ഒരു യാത്രയാണ് പത്രപ്രവർത്തന രംഗത്ത്. ഇംഗ്ലീഷും മലയാളവും മാറി മാറി അല്ലെങ്കിൽ ഒന്നിച്ച് കൊണ്ടുപോകുന്ന ഒരു സ്ഥിതി. അതിനിടയ്ക്കാണ് എൻ്റെ മറ്റുള്ള ജോലികളൊക്കെ അതിനിടയ്ക്ക് വന്നിട്ടുള്ള ജോലികളാണ്. പക്ഷേ ഇതിൽ ഞാൻ ഉറച്ചു നിന്നു. കാരണം ഈ പ്രൊഫഷൻ എനിക്ക് ഏറ്റവും താല്പര്യമുള്ള ഒരു ഫീൽഡാണ്. അതുകൊണ്ടാണ് ഞാനതിൽ നിന്നത്. അപ്പോൾ അതിനോടൊപ്പം അതിനന്ന് ഞാനന്ന് ഈ ഡെക്കൻ ക്രോണിക്കിൾ ചെയ്യുമ്പോൾ അവർ പറഞ്ഞു BSc ക്വാളിഫിക്കേഷൻ അല്ല ഇവിടെ വേണ്ടത്, BA പാസ്സാവണം, MA പാസ്സാവണം. അങ്ങനെ ഞാൻ BA പൊളിറ്റിക്കൽ സയൻസ്, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, എക്കണോമിക്സ് എടുത്ത് പാസ്സായി. അത് കഴിഞ്ഞ് അതിൽ ഏതെങ്കിലും ഒരു സബ്ജക്റ്റാണ് നമ്മൾ MA എടുക്കേണ്ടത്. അപ്പോൾ അന്ന് ആദ്യമായിട്ട് ഈ പ്രവേശന പരീക്ഷ ഉസ്മാനിയ യൂണിവേഴ്സിറ്റി തുടങ്ങുകയാണ്. അപ്പോൾ ഞാൻ ഈ 3 സബ്ജക്റ്റിനും പ്രവേശന പരീക്ഷയ്ക്ക് എഴുതി. പക്ഷേ നല്ല റാങ്കോടുകൂടി എക്കണോമിക്സിൽ പാസ്സായി. അങ്ങനെ എക്കണോമിക്സിൽ ചേർന്നു. പക്ഷേ ഈ എക്കണോമിക്സ് എടുക്കാൻ കാര്യം തന്നെ അത് എൻ്റെ ജോലിയുമായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സമയം ഉസ്മാനിയ യൂണിവേഴ്സിറ്റി കിട്ടി. അതുകൊണ്ട് അതങ്ങനെ അതിനകത്ത് ചേർന്ന് അങ്ങനെ MA എക്കണോമിക്സ് പാസ്സായി. അത് കഴിഞ്ഞ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ജേർണലിസം അത് പാസ്സായി. അങ്ങനെയാണ് ഈ ഫീൽഡിലേക്ക് വരുന്നത്. PG ഡിപ്ലോമ ജേർണലിസം ആൻഡ് പബ്ലിക് റിലേഷൻസ്. ആദ്യം ഭവാൻസ് കോളേജിൽ നിന്നാണ് പാസ്സായത്. അതെ, ഉസ്മാനിയ യൂണിവേഴ്സിറ്റി ട്രെയിനിങ് ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് വേറെ ട്രെയിനിങ് ആവശ്യമില്ല, കാരണം ഞാൻ പത്രപ്രവർത്തന രംഗത്ത് തന്നെയാണ് അപ്പോഴും. അതുകൊണ്ട് എനിക്ക് വേറെ ട്രെയിനിങ് ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ കണ്ടിന്യൂ ചെയ്തു. ഇതിൽ ഈ പത്രപ്രവർത്തന രംഗത്ത് വരാം, ഇതൊക്കെ പഠിക്കാൻ മാതിരി നേരത്തെ എഴുതും വായിക്കുന്നൊക്കെ പറഞ്ഞു. അതിൽ ആരെങ്കിലും പ്രത്യേക ഒരു പ്രചോദനം പത്രപ്രവർത്തന രംഗത്തുണ്ടെങ്കിലും ഉണ്ടായിരുന്നു? അതായത് എൻ്റെ അച്ഛൻ, ഞാൻ കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ തന്നെ അച്ഛൻ രാത്രിയിൽ കിടക്കുമ്പോൾ രാത്രിയിൽ 2 മണി 1:30 മണിക്കൊക്കെ കിടക്കുള്ളൂ. അച്ഛൻ ഹൈസ്കൂൾ മാഷായിരുന്നു. അതുപോലെ ഹൈസ്കൂൾ കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിരുന്നു. ഒരു സാമൂഹ്യ പ്രവർത്തകനായിരുന്നു.
അദ്ദേഹം വളരെ അറിയപ്പെടുന്ന PR സാർ എന്നറിയപ്പെടുന്ന PR ഗോപാലൻ നായർ മാഷ് എന്നാണ് എല്ലാവരും വിളിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് പുള്ളി ഉറങ്ങുന്നത് തന്നെ രാത്രി 1:30-2 മണിക്ക്. അപ്പോൾ ഞാൻ കുറേ നാൾ ഇങ്ങനെ ശ്രദ്ധിക്കും അച്ഛൻ എന്താണ് ചെയ്യണമെന്ന്. അപ്പോൾ അച്ഛൻ ഈ അന്ന് പിന്നെ ജസ്റ്റ് ആദ്യമൊക്കെ റാന്തലുകളൊക്കെ ആയിരുന്നു. റാന്തലുകളൊക്കെ വെച്ചിട്ട് റാന്തലുകളൊക്കെ ഇങ്ങനെ കത്തിച്ച് വെച്ചിട്ട് ഈ പുസ്തകം ഇങ്ങനെ വെച്ച് വായിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ഞാനിങ്ങനെ കുറച്ച് നാൾ ശ്രദ്ധിക്കും അച്ഛൻ എന്ത് പുസ്തകങ്ങളാണ് വായിക്കണം. അപ്പോൾ ഉറൂബിൻ്റെ സുന്ദരികളും സുന്ദരന്മാരും, അറബി പൊന്ന്, K. സുരേന്ദ്രൻ്റെ കാട്ടുകുരങ്ങ് എന്നൊക്കെ പറഞ്ഞ വലിയ വലിയ പുസ്തകങ്ങളാണ്. പക്ഷെ ഭയങ്കര താല്പര്യം എടുത്ത് അച്ഛൻ വായിക്കണം. അപ്പോൾ ഞാൻ നോക്കി ഇതെന്താ. അപ്പോൾ ഒരു ദിവസം ഞാൻ സ്കൂളിൽ പഠിക്കുന്ന അച്ഛനോട് ചോദിച്ചു എന്താ. അപ്പോൾ അച്ഛൻ പറഞ്ഞു വായിക്കണം മക്കളെ, വായിച്ചാണ് നമുക്ക് അറിവ് കിട്ടുള്ളൂ. അച്ഛൻ എഴുതുമൊന്നുമില്ല, അച്ഛൻ വായിക്കും, ഒരുപാട് വായിക്കും. അങ്ങനെ അച്ഛൻ്റെ ഈ പുസ്തകങ്ങളിൽ നിന്ന് എനിക്ക് വായിക്കാനൊന്നും മനസ്സിലാവില്ലല്ലോ. അപ്പം അതിൻ്റെ ആമുഖവും അതിൻ്റെ പുറംചട്ട, ആ പുറംചട്ട കാണും ഇതിൻ്റെ കഥ എന്താണ്. അപ്പോൾ അതൊക്കെ ഞാൻ ഇങ്ങനെ വായിക്കും. അപ്പോൾ അതിനകത്തൊക്കെ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അന്നേ ഞാൻ ഈ പേപ്പർ വീട്ടിൽ വരുമ്പോൾ ആദ്യം മുതൽ അവസാനം വരെ ഇതൊന്ന് വായിക്കും, വളരെ കാര്യമായിട്ടിരുന്നു. അപ്പോൾ അമ്മയൊക്കെ ചോദിക്കും എന്താ നീ വായിക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിനകത്ത് എല്ലാം വായിക്കും, എല്ലാം. അങ്ങനെ അന്ന് മുതലേ ഇതിനകത്ത് എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നു. പിന്നെ ഇതിൽ ഒരു മെന്റർ ആ കാലത്ത് ഈ പത്രപ്രവർത്തന രംഗത്ത് വന്നപ്പോൾ ഒരു മെന്ററായിട്ട് ആരെങ്കിലും ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ എനിക്ക് പത്രപ്രവർത്തനത്തിൽ പോയി MD വാസുദേവൻ നായരുടെ കൃതികളും അന്ന് ഞാൻ ഈ ഡെക്കൻ ക്രോണിക്കിൾ ചേരുമ്പോൾ NV കൃഷ്ണവാര്യരാണ് മാതൃഭൂമിയുടെ ചീഫ് എഡിറ്റർ. അദ്ദേഹം കുറച്ച് നാളെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് MD വാസുദേവൻ നായരായി. അപ്പോൾ MD വാസുദേവൻ നായർ ഇത് ഏറ്റെടുക്കുന്ന സമയത്ത് അന്ന് ഹൈദരാബാദിൽ വന്നു. അപ്പോൾ പുള്ളി വളരെ സൈലൻ്റായിട്ട് വരുള്ളൂ, എന്നാലും അധികം ആരും അറിയില്ല. അപ്പോൾ അത് കഴിഞ്ഞ് ഒരു ജയചന്ദ്രൻ എന്ന് പറഞ്ഞൊരു ജേർണലിസ്റ്റൊക്കെ ഉണ്ടായിരുന്നു, മരിച്ചു. അയാൾ ഒരു ആക്സിഡൻ്റൊക്കെ പെട്ട് മരിച്ചുപോയി, ദുരൂഹത സാഹചര്യത്തിൽ മരിച്ചയാളാണ്. അദ്ദേഹവും ഈ MDയും കൂടി അവിടെ വന്നിരുന്നത്. അപ്പോൾ അവർ വന്നു കഴിഞ്ഞ് അപ്പോൾ ഇത് ഞാൻ അറിഞ്ഞ ഉടനെ MDയെ പോയി കണ്ടു. ഞങ്ങൾ തമ്മിൽ ഒരുപാട് കാര്യങ്ങൾ വന്ന് സംസാരിക്കുന്നു. വളരെ ചെറുപ്പമായി കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അപ്പോൾ അദ്ദേഹം എന്നോടൊരു വാക്ക് പറഞ്ഞിരുന്നു, ചന്ദ്രമോഹൻ ഇതിനകത്തൊക്കെ താല്പര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഈ ചെറുപ്പകാലത്ത് തന്നെ. ഈ ജേർണലിസത്തിൽ ഇങ്ങനെ അടിഞ്ഞു കൂടരുത്. ഈ സബ് എഡിറ്റിങ്ങും എഴുതണം, എന്തെങ്കിലുമൊക്കെ എഴുതണം. അപ്പോൾ ഞാൻ പറഞ്ഞു സാർ എനിക്ക് അങ്ങനെ വലിയ സിനിമ റിവ്യൂ എഴുതുള്ളൂ, സിനിമ കണ്ടിട്ട് അതിൻ്റെ റിവ്യൂ എഴുതുക. അങ്ങനെയാണ് ഞാൻ ആദ്യം എഴുതി തുടങ്ങിയത്. ഈ സിനിമ റിവ്യൂ ആണ് എഴുതാൻ തുടങ്ങിയത്. അതെ, സിനിമ റിവ്യൂലാണ് എൻ്റെ തുടക്കം. അതായത് സിനിമാ നിരൂപണം. അന്ന് ഡെക്കൻ ക്രോണിക്കിളിൽ എല്ലാ ആഴ്ചയിലും ആ ആഴ്ച റിലീസ് ചെയ്യുന്ന എല്ലാ പടങ്ങളുടെയും റിവ്യൂ ആണ്. അപ്പോൾ ഞങ്ങൾ 3-4 പേരാണ്. ഒരാൾ ഇംഗ്ലീഷ് പടങ്ങൾ റിവ്യൂ ചെയ്യും, ഒരാൾ ഹിന്ദി പടങ്ങൾ, ഒരാൾ തെലുങ്ക് ആണ്. അപ്പം ഞാൻ ചെയ്യുന്നത് ഹിന്ദി. അപ്പോൾ എനിക്ക് മറ്റുള്ളവർക്ക് ആൾക്കാരുണ്ട്. ഞാൻ ഈ ഹിന്ദി പടങ്ങൾ, എനിക്ക് വലുതായിട്ട് ഹിന്ദി അറിയില്ല, പക്ഷെ പടങ്ങൾ കാണും. അപ്പോൾ പടങ്ങൾ കണ്ടിട്ട് ഞാനത് റിവ്യൂ ചെയ്ത് അത് കൊടുക്കും. അപ്പം അന്ന് ഇടയ്ക്ക് തിവോളി, ഡ്രീം ലാൻഡ് ഈ തിയേറ്ററുകളിൽ മലയാളം പടം വരും. അപ്പം മലയാളം പടം ഞാൻ പോയി കാണാം, അത് പിന്നെ തീർച്ചയായിട്ടും കാണുമല്ലോ. അവിടെ പോയി കണ്ടിട്ട് ഈ മലയാളം പടങ്ങളുടെ റിവ്യൂ ഒരു ദിവസം ഞാൻ എഴുതി കൊടുത്തു. അന്നത്തെ ആദ്യത്തെ പടങ്ങളുടെ, പിന്നെ കണ്ടം വെച്ച കൂട്ട് മുതൽ നീലപ്പൊന്മാൻ, അങ്ങനെയുള്ള പഴയ ചെമ്മീൻ ഉള്ള പടങ്ങൾ. അപ്പം ഇതൊക്കെ കണ്ടിട്ട് ഞാനിത് എഴുതി കൊടുക്കും ഇതിൻ്റെ റിവ്യൂസ്. അപ്പോൾ ഒരു ദിവസം അവളുടെ രാവുകൾ എന്നുള്ള പടം വന്നു. ഈ അവളുടെ രാവുകൾ എന്നുള്ള പടം വന്നപ്പോൾ അത് ഭയങ്കര ഹിറ്റാണ്. അപ്പോൾ ഇതിൻ്റെ എഴുതി ഞാൻ കൊടുത്തില്ല, ഞാൻ പടം കണ്ടു. കാരണം ഞാൻ അങ്ങനെ എഴുതേണ്ട ഒരു പടമല്ലല്ലോ എന്ന് എഴുതി. അപ്പോൾ ഉടനെ എൻ്റെ എഡിറ്റർ വിളിച്ച് ചോദിച്ചു, അതെന്താ നിങ്ങൾ പടങ്ങളൊക്കെ എഴുതാറുണ്ട്, ഇത് വലിയ പടമായിട്ട് ഇതെന്താ ഇതിൻ്റെ റിവ്യൂ എഴുതാൻ? ഞാൻ മനസ്സിലത് അത് സാരില്ല, അതൊക്കെ ചേർത്ത് എഴുത് എന്ന് പറഞ്ഞ് ഞാൻ അവളുടെ രാവുകൾ റിവ്യൂ എഴുതി. അത് കഴിഞ്ഞിട്ട് അതിന് അടുത്ത ഭാഗത്തേക്ക് കടക്കാൻ നമുക്ക് വേണമെങ്കിൽ അത് ഇതുമായിട്ടൂടെ അങ്ങനെ എഴുതി കഴിഞ്ഞ് അവിടെ ഇരുന്നുകൊണ്ടാണ് ഇത് എഴുതി കഴിഞ്ഞപ്പോൾ ഇതൊക്കെ പേപ്പറിൽ പബ്ലിഷ് ചെയ്തതിൻ്റെ പേരോടുകൂടി വരുന്നു. അപ്പം എനിക്ക് മനസ്സിലായി എനിക്ക് എഴുതാം. ഇംഗ്ലീഷിലാണ് പറയുന്നത്, ഇതൊക്കെ ഇംഗ്ലീഷിലൊക്കെ എനിക്ക് എഴുതാനുള്ള കഴിവുണ്ട് എന്നൊക്കെ മനസ്സിലായി തുടങ്ങി. പിന്നെ ഞാൻ റിപ്പോർട്ട്സ്, റിവ്യൂസ് ഒക്കെ എഴുതി കഴിഞ്ഞു. അപ്പം എന്നെ കൊണ്ട് എഡിറ്റർ തന്നെ ഈ എഡിറ്റോറിയൽ എഴുതുന്ന, പിന്നെ ഞങ്ങളുടെ ന്യൂസ് എഡിറ്റർ വരാത്ത സമയത്ത് എന്നെ കൊണ്ട് ചില എഡിറ്റോറിയൽ കൂടി എഴുതിച്ചു. അദ്ദേഹം കറക്റ്റ് ചെയ്ത് പബ്ലിഷ് ചെയ്യും. അങ്ങനെയാണ് ഈ എഴുത്ത് രംഗത്തേക്ക് കടന്നു തുടങ്ങിയത്. പിന്നെ ഇനി മലയാളം പത്രപ്രവർത്തന രംഗത്തേക്ക് കടന്നത് അതൊരു വലിയ സംഭവമാണ്. കാരണം KK മധുസൂദനൻ എന്ന് പറയുന്ന ആളെയാണ് മാതൃഭൂമി ആദ്യമായിട്ട് ഹൈദരാബാദ് ബ്യൂറോയിലേക്ക് വിടുന്നത്.
അങ്ങനെ അദ്ദേഹത്തെ കെ മധുസൂദനൻ ഇവിടെ വരുന്നു. അദ്ദേഹം ഇവിടെ വന്ന് കുറച്ച് നാൾ ഇവിടെ ജോലി നോക്കുന്നു. അത് കഴിഞ്ഞ് അദ്ദേഹം അതെല്ലാം കഴിയുമ്പോൾ പെട്ടെന്ന് ഒരു 3 കൊല്ലം കഴിഞ്ഞ് അങ്ങനെ അപ്പം ഇവരുമൊക്കെ ആയിട്ട് അപ്പം ഈ മാതൃഭൂമി ഓഫീസ് ഇങ്ങനെ തുടങ്ങിയപ്പോഴത്തേക്കും ഞാനവിടെ പാരഡൈസിൻ്റെ അവിടെയാണ്, ഞാൻ അവിടെ പോയിരിക്കും. ഇദ്ദേഹം എഴുതുന്നതെല്ലാം കാണും. അദ്ദേഹം വളരെ സീനിയർ മോസ്റ്റ് റിട്ടയർഡ്. അത് കഴിഞ്ഞാൽ ശശിമോഹൻ എന്ന് പറഞ്ഞ തിരുവനന്തപുരത്തുള്ള അദ്ദേഹം, അയാൾ ഗുരു ഗോപിനാഥൻ്റെ മകളെയാണ് കല്യാണം കഴിച്ചേക്കുന്നത്. ഈ ശശിമോഹൻ വരുന്നു. അപ്പം ഇവർക്കൊക്കെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഇവർക്കൊക്കെ എങ്ങനെയെങ്കിലും തിരിച്ച് നാട്ടിലേക്ക് പോകണം. അവർക്കൊന്നും ഹൈദരാബാദ് പോയിട്ട് ഒരു വിധത്തിലും പറ്റുന്നില്ല. അപ്പം ഇവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവർ ഈ അവധിക്ക് നാട്ടിൽ പോകുമ്പോൾ എന്നോട് പറയും, ഇവിടുത്തെ ഇമ്പോർട്ടൻ്റ് എന്തെങ്കിലും ഉണ്ടോ എന്ന് അയച്ചേക്കണേ, ആ പേരൊന്നും വയ്ക്കണ്ട, ഞങ്ങളുടെ പേര് തന്നെ പൊക്കോട്ടെ, പക്ഷേ റിപ്പോർട്ട്. അപ്പം ഞാൻ ഇതൊക്കെ ഇവിടുന്ന് പിന്നെ ബേനാമിയായിട്ട് എഴുതി അയക്കും റിപ്പോർട്ട്. കാരണം ഇവരുടെ പ്രൊഫഷനാണ്, ഇമ്പോർട്ടൻ്റ് കാര്യങ്ങളാണ്. പക്ഷേ പ്രശ്നം എന്തായെന്ന് വെച്ചാൽ 1989-90 ഈ സമയത്ത് ഇവിടെ സാമുദായിക ലഹള പൊട്ടിപ്പുറപ്പെടും. ഹൈദരാബാദ് നിന്ന് കത്തുകയാണ്. അത് പ്രത്യേകിച്ചും ഓൾഡ് സിറ്റി. ഈ സാമുദായിക ലഹള ഇതങ്ങ് ഭയങ്കരമായിട്ട് കത്തിപ്പിടിച്ചപ്പോഴത്തേക്കും 100 കണക്കിന് ആൾക്കാരാണ് ഇതാണ്. അപ്പോൾ ഇതെനിക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടി വന്നു. അപ്പോൾ ഇവിടെ ശശിമോഹനാണ് ശരിക്കും വേണ്ടത്, അയാൾ ഇവിടെ ഇല്ല. അപ്പോൾ അയാൾ അത് ഓപ്പണായിട്ട് ഓഫീസിൽ പറഞ്ഞു, ഞാനിവിടെ ഇല്ല, പക്ഷെ ഒരാളെ ഏൽപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹമാണ്, അയ്യോ ഇതെങ്ങനെ നിങ്ങൾ വേഗം തിരിച്ചു? ഇല്ല സാർ, എനിക്കിപ്പോൾ പോകാൻ പറ്റില്ല, അമ്മായിയമ്മയ്ക്ക് എന്തോ അസുഖമാണ്, ഞാൻ പോവില്ല, അത് എന്നെ ആളെ ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവരെന്നെ കോൺടാക്ട് ചെയ്തു, നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ ഞാൻ ചെയ്തോളാം, നിങ്ങൾ മേടിക്കേണ്ട, ഞാൻ അയച്ചോളാം. റിപ്പോർട്ട് ഈവനിങ് 6 മണിയാകുമ്പോഴത്തേക്ക് എത്തിക്കോളും. പക്ഷേ മരിച്ചവരുടെ സംഖ്യ അങ്ങനെ ചില കാരണങ്ങളൊന്നും അതൊന്നും എനിക്കറിയില്ല. എത്രയും ഞാൻ ഉള്ളതൊക്കെ എഴുതും, അത് നിങ്ങളത് എഡിറ്റ് ചെയ്ത് വേണ്ട രീതിയിൽ അയച്ചോളാം, അതൊക്കെ ഞങ്ങൾ ചെയ്തോളാം. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇതിനകത്ത് ഏറ്റെടുക്കാതെ തന്നെ ബാനർ ഹെഡ്ലൈനിൽ എൻ്റെ ന്യൂസുകൾ വന്നു തുടങ്ങി. ബാനർ ഹെഡ്ലൈനിൽ എൻ്റെ ന്യൂസുകൾ വന്നു തുടങ്ങി. പിന്നെ കാരണം ആളില്ലെവിടെ. അപ്പോൾ സാമുദായിക ലഹള പൊട്ടിപ്പുറപ്പെട്ടിരിക്കുക, വേറെ ഒരു നിവൃത്തിയില്ല. ഇത് ദിവസവും അപ്പോൾ ഫ്രണ്ട് പേജ് ആൾമോസ്റ്റ് നമ്മൾ കവർ ചെയ്തുകൊണ്ടിരിക്കുക ഇങ്ങനെ 1990. അപ്പോൾ ഇവർക്ക് മനസ്സിലായി ഇത് പ്രശ്നമാണ്. അപ്പോൾ ഈ ശശിമോഹനോട് അവർ പറഞ്ഞു വിട്ടു. ഇപ്പോൾ ശശിമോഹൻ ഇവിടെ വന്നിച്ച് പറഞ്ഞു, നിങ്ങൾ തന്നെ കണ്ടിന്യൂ ചെയ്യേണ്ടി വരുമെന്ന് തോന്നുന്നു, പാർട്ട് ടൈം ആയിട്ടെങ്കിലും എന്ന് പറഞ്ഞാൽ. അപ്പോൾ അവരെന്നെ വിളിച്ച് ചോദിച്ചു, അപ്പോൾ സാറിന് ഇത് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. എഡിറ്റർ PV ചന്ദ്രനായിരുന്നു, ഇപ്പോഴത്തെ എഡിറ്റർ തന്നെ. അദ്ദേഹം വിളിച്ച് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, അത് എൻ്റെ എഡിറ്ററോട് ചോദിക്കണം, എഡിറ്ററോട് ചോദിക്കണം, അദ്ദേഹത്തിൻ്റെ പെർമിഷൻ വേണം. അപ്പോൾ അത് ഞാനിങ്ങനെ ചോദിക്കണം, നിങ്ങൾ തന്നെ ചെന്ന് ചോദിക്കാൻ പറഞ്ഞു. ഞാൻ എൻ്റെ എഡിറ്ററോട് ചോദിച്ചു, ഇങ്ങനെ സാർ പാർട്ട് ടൈം ആയിട്ട് ചെയ്യണം. അപ്പോൾ അദ്ദേഹം മലയാളിയാണ്, വിശ്വനാഥൻ നായർ, PNV നായർ, കേട്ട് കാണണം, ഇവിടെ ഉണ്ടായിരുന്നു. ഹൻസിൻ്റെയൊക്കെ എഡിറ്ററായിരുന്നു, അങ്ങനെ നാട്ടിൽ സെറ്റിലായി. ഇപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചെങ്ങനെയാണ്, പുള്ളി മനസ്സില്ലാ മനസ്സോടെ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായേക്കരുത്, ലീവ് എടുക്കരുത്, എല്ലാ സമയത്തും ഞാൻ വിളിക്കുമ്പോൾ കാണണം, ഇതും അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അങ്ങനെയാണ് ചെയ്തു വന്നത്. അങ്ങനെയാണ് ഈ മാതൃഭൂമിയിൽ ചേരുന്നത്. പാർട്ട് ടൈം കറസ്പോണ്ടൻ്റായിട്ട് ചേരുന്നു, പാർട്ട് ടൈം ലേഖകനായിട്ട് ചേർന്ന് അങ്ങനെയാണ് ശരിക്കും മാതൃഭൂമിയിൽ ചേർന്ന് 1990. അന്ന് മുതലുള്ള മാതൃഭൂമിയായിട്ടുള്ള ബന്ധമാണ്. അത് കണ്ടിന്യൂ ചെയ്തു. അത് ഡെക്കൻ ക്രോണിക്കിളിലായിരുന്നു എൻ്റെ 24 വർഷവും 7 മാസവും ഞാൻ ഡെക്കൻ ക്രോണിക്കിളിൽ ജോലി ചെയ്തു. അരനൂറ്റാണ്ട് പത്രപ്രവർത്തനം എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ഹൈദരാബാദിനും ചന്ദ്രമോഹൻ സാർക്കും നമ്മൾക്ക് ഒരു അഭിമാനമായിട്ട്, ഒരു സ്വകാര്യ അഹങ്കാരമായിട്ട് കാണേണ്ടതാണ്. കാരണം ഈ പത്രപ്രവർത്തനം 50 വർഷം പിന്നിടുക എന്ന് പറഞ്ഞാൽ വളരെ റെയറായിട്ട് കാണാൻ പറ്റുള്ളൂ ഒരു മണ്ഡലത്തിൽ നിൽക്കുന്നത്. BM പോറത്തോ അല്ലെങ്കിൽ VK മാധവൻകുട്ടി, മാതൃഭൂമിയിൽ തന്നെ അവരൊക്കെ എത്രയുണ്ട്? MT വാസുദേവൻ 50 വർഷം ഉണ്ടായിരുന്ന എനിക്ക് സംശയമുണ്ട്. അതെ, അത് വളരെ വലിയൊരു നേട്ടമാണ്. 50 വർഷം അതേ പത്രപ്രവർത്തകർ അതേ ഊർജ്ജസ്വലതയോടെ നിലനിൽക്കുന്നു എന്ന് പറഞ്ഞാൽ സാധാരണ സംഭവിക്കാറുള്ളതല്ല. ഈവൻ മണമാർന്നുപോയ പത്രപ്രവർത്തകർ പോലും 50 വർഷം കംപ്ലീറ്റ് ചെയ്തില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ചന്ദ്രമോഹൻ സാറോട് എനിക്ക് ചോദിക്കാനുള്ളത്, സാറിൻ്റെ ഇത്രയും ബൃഹത്തായ ഈ പത്രപ്രവർത്തന മണ്ഡലത്തിൽ സാറിൻ്റെ മറക്കാനാവാത്ത അനുഭവങ്ങളൊന്ന് പങ്കുവെക്കാം. അതെ, ഈ 50 വർഷത്തെ പത്രപ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ താങ്കൾ പറഞ്ഞതുമാതിരി അതൊരു പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ അഭിമാനിക്കാവുന്ന ഒരു നേട്ടം തന്നെയാണ്. കാരണം ഈ പത്രപ്രവർത്തന രംഗം എന്ന് പറയുന്നത് തന്നെ ഒരു ദിവസം കഴിഞ്ഞുകൂടുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. കാരണം ഞാൻ ഒരു ചെറിയ ഉദാഹരണം പറയാം. ഇപ്പം ഇന്ന് നമ്മൾ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നാളത്തെ മാതൃഭൂമിയിൽ ഹൈദരാബാദിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു ഷേക്കിംഗ് ന്യൂസ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും, എവിടെയെങ്കിലും ഒരു സംഭവം ഉണ്ടായിരിക്കും. അത് ഞാൻ മിസ്സായാൽ നാളെ
എഡിറ്റർ എന്നെ വിളിക്കും രാവിലെ, അതിരാവിലെ വിളിക്കും. ഞാൻ എണീക്കുന്നതിന് മുമ്പ് വിളിക്കും. എന്താ സാർ ഇത്, മനോരമയിൽ വന്നു, മറ്റതിൽ വന്നു, അതിൽ വന്നു, നമ്മൾ മിസ്സായി പോയില്ലേ എന്ന് ചോദിക്കും. എൻ്റെ പ്രായമോ അല്ലെങ്കിൽ ഞാൻ അനുഭവിക്കുന്ന ഇവിടുത്തെ പ്രശ്നം, ഇതൊന്നും അവർക്ക് പ്രശ്നങ്ങളല്ല. അവർക്ക് എങ്ങനെ വാർത്ത മിസ്സായി, ഇതാണ് പ്രശ്നം. അപ്പോൾ ഇത് ഓരോ ദിവസവും ഓരോ മണിക്കൂറും ഒരു പത്രപ്രവർത്തകൻ അനുഭവിക്കുന്ന പ്രശ്നങ്ങളാണ്. അതുപോലെ തന്നെ ഡെസ്കിലാവട്ടെ, നമ്മളൊരു വാർത്ത എഴുതി, ആ വാർത്ത എഴുതുമ്പോൾ നമ്മുടെ പേപ്പറിൽ പബ്ലിഷായി, അത് ഫ്രണ്ട് പേജിൽ പബ്ലിഷ് ആയിട്ടില്ല, അത് വിവരക്കണക്കിന് കൊടുത്തിട്ടില്ല. ഉദാഹരണം പറയാം, ഇപ്പം നമ്മുടെ കോവിഡ് 335 പേര് മരിച്ചു എന്ന് ആണ് ഒരു പേപ്പറിൽ വന്നു, മറ്റേ പേപ്പറിൽ 42 ആയി. അതായിരുന്നു കറക്റ്റെങ്കിൽ നിങ്ങൾ എങ്ങനെ ഈ 42 മിസ്സായി എന്നുള്ളതാണ് ചോദ്യം. അങ്ങനെ സമ്മർദ്ദത്തിന്റെ ഭയങ്കര സമ്മർദ്ദത്തിലും ടെൻഷനിലുമാണ് ഈ പത്രപ്രവർത്തകന്റെ ഓരോ ദിവസവും കഴിഞ്ഞു പോകുന്നത്. ഓരോ ദിവസവും ഓരോ മണിക്കൂറും നമുക്ക് പുറത്തുനിന്ന് നോക്കുമ്പോൾ പത്രപ്രവർത്തകർക്ക് അത്ര വലിയ പ്രശ്നമൊന്നുമില്ല. ഇയാൾക്ക് എന്താണ്, ഒരു വാർത്ത എഴുതി അയക്കണം, പിന്നെ സുഖം, പിന്നെ പേര് വരും, ഇതൊക്കെയാണ്. പക്ഷേ പിന്നെ ഞാൻ എഴുതുന്ന വാർത്ത, ഉദാഹരണം സാറിനെ പറ്റി സാറിനൊരു വാർത്ത തന്നു, ഇങ്ങനെ അതിനകത്ത് എഴുതി ഞാൻ ഉദാഹരണം, ഇപ്പോൾ ചരമം എന്ന് പറയുന്ന ഒരു വാർത്ത തന്നെ ഇപ്പോൾ TK ഗംഗാധരൻ എഴുതിയപ്പോൾ അബദ്ധത്തിൽ എൻ്റെ അവിടെ ഇരുന്ന് എഡിറ്റ് ചെയ്ത പയ്യനോ അല്ലെങ്കിൽ TJ ഗംഗാധരൻ എന്ന് വന്നു കഴിഞ്ഞാൽ വീട്ടുകാർ മുഴുവൻ കൂടെ എൻ്റെ തലയ്ക്ക്, കാരണം അത് പോയി, ആ വാർത്ത പോയി. അപ്പം അതുപോലെ ഓരോ അക്ഷരങ്ങൾക്കും ടെൻഷനുള്ള അല്ലെങ്കിൽ സമ്മർദ്ദമുള്ള ഒരു രംഗത്താണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. എല്ലാ ജോലിയിലും കാണുമായിരിക്കാം, പക്ഷെ ഈ ജോലിയുടെ പ്രത്യേകത എന്നറിയോ, വൺസ് ഇറ്റ് കംസ് ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ദാറ്റ് ഈസ് ന്യൂസ് ഓവർ. അത് പിന്നെ റെക്കോർഡാണ്. വൺസ് ഇറ്റ് ഈസ് പബ്ലിഷ്ഡ് ആൻഡ് പ്രിന്റഡ് ഇറ്റ് ഈസ് റെക്കോർഡ്. അത് തുടയ്ക്കാനൊന്നും പറ്റില്ല. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് കോപ്പികൾ വന്നു കഴിഞ്ഞു, പിന്നെ അതിനെ മാറ്റാൻ പറ്റില്ല. അപ്പം അതിൻ്റെ ഫുൾ ഉത്തരവാദി നമ്മളാണ്. അപ്പം നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കണം, വളരെ ഇതാണ്. അപ്പം അങ്ങനെ ഒരു പ്രവർത്തന കർമ്മരംഗത്ത് 50 വർഷം പൂർത്തിയാക്കുക എന്നത് വളരെ ദുഷ്കരമായൊരു കാര്യമാണ്. അതും ഒരു നോട്ടീസ് കിട്ടാതെയും ഒരു പ്രശ്നമില്ലാതെയും എനിക്കും എൻ്റെ സ്ഥാപനത്തിനും അതുപോലെ ഇവിടുത്തെ മലയാളികൾക്കും ഒന്നും ഒരു വിധത്തിലും ഒരു പോറ ഏൽപ്പിക്കാതെ ഈ 50 വർഷം നിൽക്കുക, ഇപ്പോഴും തുടർന്നു കൊണ്ട് പോവുക എന്നുള്ളത്. ഇപ്പം ഞാൻ പറയാം, ഇപ്പോൾ നമ്മുടെ പിന്നെ സംഘടനയോ വേറെ ഏത് സംഘടനയോ ഒരു ന്യൂസ് തരുന്നു, ആ ന്യൂസ് ഞാൻ അയക്കുന്നു. ആ അയക്കുമ്പോൾ ആ കോളത്തിൻ്റെ അവിടെ അവൈലബിൾ സ്പേസ് അനുസരിച്ചാണ് അവർ പബ്ലിഷ് ചെയ്യുന്നത്. അതനുസരിച്ച് ചിലപ്പോൾ അവർ കട്ട് ചെയ്ത് കളയും. അതിന് ഞാനാണ് ഉത്തരവാദി. ഈ സംഘടനക്കാർ ചോദിക്കാതെ സാറ് വേണ്ടിയിട്ടാണ് അത് കട്ട് ചെയ്ത് അയച്ചതെന്ന് പറയും. ഇങ്ങനെയുള്ള ഒരുപാട് സമ്മർദ്ദങ്ങൾ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടിയാണ് ഞാനിത് എല്ലാം കടത്തി ഈ 50 വർഷം പൂർത്തിയാക്കിയത്. അപ്പോൾ അതുകൂടാതെ എൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഞാൻ ഇംഗ്ലീഷും മലയാളവും രണ്ടും ഒന്നിച്ചു കൊണ്ടുപോയ ഒരു പത്രപ്രവർത്തകനാണ്. ഇപ്പം ഞാൻ ഡെക്കൻ ക്രോണിക്കിളിൽ 24 വർഷവും 7 മാസവും, അതുപോലെ ഗാർഡിയൻ എന്ന് പറഞ്ഞ പേപ്പർ അബൌട്ട് ടു പബ്ലിഷാണ്. അതിൻ്റെ തലേ ദിവസം അതിൻ്റെ പ്രൊപ്പറേറ്റർ ആയിരുന്ന മാഗുണ്ട സുബ്ബാരാമി റെഡ്ഡി എന്ന് പറഞ്ഞ ആളെ നാക്സലൈറ്റ് വെടിവെച്ചു, ഓവംഗോൾ MP ആയിരുന്നു, അദ്ദേഹത്തെ വെടിവെച്ചു കൊന്നു, അല്ലെങ്കിൽ ആ പേപ്പർ ഇറക്കേണ്ടതാണ്. ഞങ്ങൾ ഡമ്മിയൊക്കെ ഇറക്കി. അതിലെ 2 വർഷം. അത് കഴിഞ്ഞ് ആന്ധ്രാപ്രദേശ് ടൈംസ് എന്ന് പറഞ്ഞ ടൈംസ് ഓഫ് ഇന്ത്യക്കാരുമായിട്ട് ജോയിൻ ചെയ്ത് ആന്ധ്രാപ്രദേശ് ടൈംസ് എന്ന് പറഞ്ഞൊരു പേപ്പറിൻ്റെ ഫൗണ്ടർ ന്യൂസ് എഡിറ്റർ ആയിരുന്നു. അത് 2.5 കൊല്ലം. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ ചന്ദ്രബാബു നായിഡു വിളിക്കുന്നതും അവിടെ മറ്റേ ഇതിൻ്റെ പബ്ലിക് റിലേഷൻസ് രംഗത്തേക്ക്. അവിടെ എഴുത്ത് തന്നെയാണ് പണി. അതായത് മുഖ്യമന്ത്രിയുടെ സ്പീച്ചസ്, മുഖ്യമന്ത്രിയുടെ മെസ്സേജസ്, അദ്ദേഹത്തിൻ്റെ റിവ്യൂ മീറ്റിംഗ്സിൽ അദ്ദേഹം പറയേണ്ട കാര്യങ്ങൾ, ഇതൊക്കെ എഴുതുക, എല്ലാം എഴുത്ത് തന്നെ. അപ്പോൾ ആ ഒരു രംഗത്തേക്ക് കിടക്കുക. അപ്പോഴും മാതൃഭൂമി കണ്ടിന്യൂ ചെയ്യുക. അവരോടും പറയണം, ഈ ചന്ദ്രബാബു നായിഡുവിനും ഞാൻ പറഞ്ഞിരുന്ന എല്ലാ മുഖ്യമന്ത്രിമാരോടും ഞാൻ ജോലി ചെയ്തവരോടൊക്കെ ഞാനിത് പറയണം, ഞാനിങ്ങനെ പാർട്ട് ടൈമായിട്ട് മാതൃഭൂമിയിൽ ജോലി ചെയ്യുന്നുണ്ട് എന്ന് പറയണം. കാരണം അത് നാളെ വരെ. അപ്പം അതും അങ്ങനെ ഒരുപാട് സംഘർഷങ്ങളിലൂടെയാണ് എൻ്റെ ഈ 50 വർഷം ഞാൻ പൂർത്തിയാക്കിയത്. ഇത് ആരോടും പറയാൻ പാടില്ലാത്ത ചില ധർമ്മ സങ്കടങ്ങളാണ്. കാരണം ഇതൊരു പ്രൊഫഷണൽ ഹസാർഡ്സ് എന്ന് പറയും, നമ്മുടെ ജീവിതത്തിലെ ഒരു പ്രൊഫഷണൽ ഹസാർഡ്സ് ആണ്. പിന്നെ വേറൊരു കാര്യം, ഇതിന് പറ്റിയ ഒരു പ്രതിഫലമോ അല്ലെ അങ്ങനെയുള്ള ഒരു മേഖലയല്ല ഇതൊരു ചെറിയ ശമ്പളമൊക്കെ ഉള്ള ഒരു ഇതാണ്. അപ്പം അതുകൊണ്ട് അതനുസരിച്ചുള്ള വലിയൊരു ഇതൊന്നുമില്ല. അപ്പം ഞാൻ പത്രപ്രവർത്തന രംഗത്ത് ജോലി ചെയ്യുമ്പോൾ ഞാൻ ലാസ്റ്റ് കൂടെ ചെയ്തുകൊണ്ടിരുന്ന ഒരു സ്കൂട്ടറിലാണ്. കാരണം നമുക്ക് കാറിലൊന്നും പത്രപ്രവർത്തനം നടത്താൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഈ സ്കൂട്ടർ, ആദ്യമൊക്കെ സൈക്കിളായിരുന്നു, അത് ആദ്യത്തെ കുറച്ച് നാൾ, അത് കഴിഞ്ഞ് സ്കൂട്ടർ. അപ്പോൾ ഇതിനകത്ത് നടന്നിട്ടാണ് നമ്മൾ അതുപോലെ തന്നെ ഈ സാമുദായിക ലഹള അന്നത്തെ കാലത്ത് ഞാൻ 90-ലെ വരണേ. അത് കഴിഞ്ഞ് തെലങ്കാന സമരം, നിങ്ങളൊന്നും ജനിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, 1969-70 ഒരു തെലങ്കാന സമരമുണ്ട്.
ഹൈദരാബാദ് മുഴുവൻ നിന്ന് ചാർമിനാർ മുതല് നമ്മുടെ റിസാല ബസാർ വരെ നിന്ന് കത്തി. അതൊക്കെ നൂറുകണക്കിന് ആൾക്കാരെ മരിച്ചത്. ചെന്നാറെഡ്ഡിയും കൊണ്ടാലക്ഷ്മൺ ബാപ്പുജിയും മല്ലികാർജുനും മദൻ മോഹനും ഒക്കെ ലീഡ് ചെയ്ത ഒരു തെലങ്കാന സമരം. അതും ഇപ്പോഴത്തെ KCRന്റെ സമരമായിട്ട് നോക്കുമ്പോൾ ഒന്നുമില്ല, ഇതൊന്നും നത്തിങ്. ഇവിടെ അക്രമങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അന്ന് ഒരു രക്ഷയില്ല. ബ്രഹ്മാനന്ദ റെഡ്ഡി ആയിരുന്നു ചീഫ് മിനിസ്റ്റർ. അപ്പൊ അതെല്ലാം നമ്മളാണ് കവർ ചെയ്തത്. ഈ കവർ ചെയ്യുമ്പോഴൊക്കെ അന്ന് 4 ദിവസം അടുപ്പിച്ചാണ് കർഫ്യൂ. 4 ദിവസം അടുപ്പിച്ച് കർഫ്യൂ. അപ്പൊ ഞാൻ ഈ ബാച്ചിലേഴ്സ് ഞങ്ങൾ 3-4 പേര് സീതാഫുൽ മണ്ടിയിൽ ഞങ്ങൾ ഒന്നിച്ച് താമസിക്കുക. അപ്പൊ നമ്മൾ ഈ പിന്നെ മലയാളികളല്ലേ 4-5 പേര്, ഞങ്ങളാകെ ചെറിയ ചെറിയ ജോലിക്കാരാണ്. അപ്പോൾ ഒരു 1/4 കിലോ ടൊമാറ്റോ, 1/4 കിലോ പിന്നെ ഉരുളക്കിഴങ്ങ് ഇതൊക്കെ മേടിച്ചിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണേ. ഇതൊക്കെ തീർന്നുപോയി. ഇത് മേടിക്കാൻ നിവൃത്തിയില്ല. അപ്പൊ നമ്മളിങ്ങനെ വീട്ടിൽ എന്നാ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അവസാനം ഞങ്ങൾ എന്നാ ചെയ്തതെന്ന് വെച്ചാൽ ഈ മുളകും പൊടിയും കൂടെ തിരുമ്മി ചൂട് ചോറും വെച്ച് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നു. 4 ദിവസം ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നു. അപ്പൊ ഞാൻ ആസാമിൽ നിന്നൊക്കെ മിലിറ്ററി കൊണ്ട് ഇറക്കിയൊക്കെ ഇവിടെ. അല്ലാണ്ട് ഇന്നത്തെ കർഫ്യൂ അല്ല. ഇന്ന് കർഫ്യൂ എന്ന് പറഞ്ഞാൽ ആൾക്കാർ മാറും. അന്ന് ഈ ട്രക്കിൽ ഇങ്ങനെ ഷൂട്ടഡ് സൈറ്റ് ഓർഡറാണ് അന്നത്തെ തെലങ്കാന സമരം. അപ്പൊ അങ്ങനെയുള്ള അതല്ല. അപ്പൊ ഞാൻ പറഞ്ഞത് ആ സമരമൊക്കെ ഓക്കെ, ഈ ഇതുമൊക്കെ ഓക്കെ. പക്ഷെ ഞാൻ റിപ്പോർട്ട് ചെയ്യണം 6 മണിയാകുമ്പോൾ അവിടുന്ന് കാണാം. അപ്പൊ സാറേ അയ്യോ പിന്നെ നമുക്ക് സമയമായി, റിപ്പോർട്ടിന്റെ ഇതുവരെ ഒന്നും കിട്ടിയില്ല. നമ്മൾ ഞാൻ അയക്കാം, ഞാൻ ഒന്ന് കൺസൈൻ ചെയ്തോട്ടെ എല്ലാം കൂടി എന്ന് പറഞ്ഞ്. അപ്പൊ അവർക്ക് അഡീഷണൽ ടൈം പോകണം. അവർക്ക് ഇവിടുത്തെ പ്രശ്നങ്ങളൊന്നും അറിയില്ല. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സംഘർഷ രീതിയിലൂടെയാണ് നമ്മൾ ഈ 50 വർഷം പൂർത്തിയാക്കിയത് എന്ന്. പക്ഷേ ഞാനതൊരു വലിയൊരു കാര്യമായിട്ടല്ല പറയുന്നത്. ഞാൻ പറയുന്ന ആ പത്രപ്രവർത്തന രംഗത്തെ പ്രൊഫഷണൽ ഹസാക്സിയാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കിയതാണ് ഇന്നത്തെ തലമുറ. പക്ഷെ ഇന്നത്തെ തലമുറയ്ക്ക് ഇതൊന്നുമില്ല. കാരണം ഞാൻ പറയാം, ഇന്നത്തെ തലമുറയുടെ വ്യത്യാസം, ഇന്നെല്ലാം ഫിംഗർ ടിപ്സിലാണ്. ഇന്നിപ്പോൾ ഞാനിവിടെ ഇരുന്നുകൊണ്ട് എനിക്കൊന്നും അറിയണ്ട. ഞാനിവിടെ ഇരുന്നുകൊണ്ട് എൻ്റെ ലാപ്ടോപ്പിലോ അല്ലെങ്കിൽ എൻ്റെ മൊബൈലിലോ അടിച്ചിട്ട് പിന്നെ കൊറോണ തെലങ്കാന ലേറ്റസ്റ്റ് ഫിഗേഴ്സ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ തെലങ്കാനയുടെ ലേറ്റസ്റ്റ് ഫിഗർ എനിക്ക് കിട്ടും. അത് റിപ്പോർട്ട് ചെയ്താൽ മതി. ഇനി വേണ്ടി വന്നവർ 2 കൂടെ കൂടുതലും കിട്ടിയേക്കുക. കോട്ട കടക്കട വൈകുന്നേരം ആകുമ്പോഴത്തേക്കും 2 അങ്ങനെയൊക്കെ ഉദ്ദേശം വെച്ച് അടിക്കാം. അപ്പോ ഇനി അതിന്റെ വേറൊരു കാര്യം പറയാം. ഇവിടെ പണ്ടൊരു ബ്രിഡ്ജ് വീണു തകർന്നു. അപ്പോൾ അത് ഞാൻ റിപ്പോർട്ട് ചെയ്യാം. അത് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞിങ്ങനെ 2 പേരെ മരിച്ചിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അയ്യോ സാറേ, ഞാനും മനോരമയിലേക്ക് ഫോൺ ചെയ്താൽ വേറെ ഏതോ പേപ്പറിലേക്ക് ഫോൺ ചെയ്തപ്പോൾ അവർ പറഞ്ഞില്ല 5. നമുക്കൊരു കാര്യം ചെയ്യാം സാർ, ഒരു 7 കൊടുത്തേക്കാം. നിങ്ങൾ 7 കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ പിന്നെ ചീഫ് മിനിസ്റ്റർ എന്നെ വിളിച്ച് കൗണ്ട് ചെയ്തോ ഡെഡ് ബോഡി എന്ന് പറഞ്ഞാൽ ഞാൻ എവിടുന്നോ കൗണ്ട് ചെയ്യണം. നിങ്ങൾക്ക് എന്നെങ്കിലും പറഞ്ഞാൽ അല്ല നാളെ അത് മറ്റവർ കൂടിയതോ. ഞാൻ പറഞ്ഞു അതെൻ്റെ ഉത്തരവാദിത്തമല്ല. ഞാൻ പറയുന്നത്, ഞാൻ എഴുതുന്നത് നിങ്ങൾ പബ്ലിഷ് ചെയ്യും. അപ്പം അവിടെയൊക്കെ അന്നത്തെ രീതി എന്ന് വെച്ചാൽ ഒരു 2 5 കൂടുതലൊക്കെ കട്ടേക്കും, കിടക്കട്ടെ എന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെ. അതിനൊക്കെ നമ്മളെ ഉത്തരവാദി, ഇവന് ഉത്തരവാദിയല്ല. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇങ്ങനെയുള്ള ഒരു രീതിയിൽ കൂടിയാണ് ഈ പത്രപ്രവർത്തന രംഗം കടന്നു പോകുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ 50 വർഷം പൂർത്തിയാക്കി കൊണ്ടുപോവുക എന്ന് പറയുന്ന ഒരു ദുഷ്കരമായ ഒരു പ്രവർത്തനം. അത് തന്നെയല്ല, നമുക്ക് ടെൻഷൻ കയറിയിട്ട് നമുക്ക് ചില സമയത്ത് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ഒരു പിടികിട്ടില്ല. കാരണം നമുക്ക് എന്ത് ചെയ്യണം. പിന്നെ ചില സംഗതികൾ നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഇതിന്റെ കാര്യങ്ങൾ ചില കാര്യങ്ങൾ കുറച്ച് നമ്മൾ കൺട്രോൾഡ് റിപ്പോർട്ട് ചെയ്യണം. സാമുദായിക സമരങ്ങൾ അതിനകത്ത് ഉണ്ടാവില്ല, അത് തീർച്ചയായിട്ടും. അപ്പൊ നമ്മളത് ഒരു പ്രൊവോക്കിംഗ് രീതിയിലേക്ക് പോകാതെ അതിനെ ഒന്ന് കവറപ്പ് ചെയ്തുകൊണ്ടൊക്കെ ആണ് റിപ്പോർട്ട് ചെയ്യാൻ. ഇതൊക്കെ ഇതിന്റെ പ്രൊഫഷണൽ ആയിട്ടുള്ള പ്രശ്നങ്ങളാണ്. ഇനി സാർ ചോദിച്ചതിന്റെ അല്ലെങ്കിൽ താങ്കൾ ചോദിച്ചൊരു അവിസ്മരണീയമായ 1-2 കാര്യങ്ങൾ പറയാം. 1-2 ഒരുപാട് ഈ പത്രപ്രവർത്തന രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഒരുപാട് അവിസ്മരണീയ സംഭവങ്ങൾ കാണും. അതൊക്കെ അതൊന്നും പറഞ്ഞാൽ തീരാത്ത കാര്യങ്ങളാണ്. എങ്കിലും നമ്മുടെ മലയാളികൾക്കും നമ്മുടെ ആൾക്കാർക്കും താല്പര്യമുള്ള 1-2 കാര്യങ്ങൾ ഞാൻ പറയുകയാണെങ്കിൽ, ഒന്ന്, ഞാൻ മുഖ്യമന്ത്രി എൻ്റെ ബോസായിരുന്ന, അതല്ലെങ്കിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ കീഴിൽ PRO ആയി ജോലി ചെയ്തിരുന്ന YS രാജശേഖർ റെഡ്ഡി, അദ്ദേഹം ഇവരെല്ലാം ഡിസ്ട്രിക്റ്റിലേക്ക് പോകുമ്പോഴാണ് നമുക്കൊരു റിലീഫ് കിട്ടുന്നത്. അപ്പൊ അന്ന് കാലത്ത് തലേ ദിവസം രാത്രി അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാൻ നാളെ രാവിലെ പോവുകയാണ് ഇങ്ങനെ റച്ചബണ്ട എന്ന് പറഞ്ഞാൽ മരത്തിനടിയിൽ പോയിരുന്ന് ഗ്രാമവാസികളും ഒക്കെ ആയിട്ട് സമ്പർക്കം പുലർത്തുന്ന ഒരു നാട്ടിൻപുറ പരിപാടി. അപ്പൊ ഞാൻ നാളെ പോവുകയാണ്, ഞാൻ
മറ്റന്നാൾ നമുക്ക് കാണാം എന്ന് പറഞ്ഞിട്ടാണ് ഇദ്ദേഹം പോണേ. അപ്പോൾ എനിക്ക് ഷുവറായി ഇദ്ദേഹം പോയല്ലോ, അപ്പോൾ നമുക്കൊരു റിലീഫാണ്. ആ പിറ്റേ ദിവസം ശരി ഞാൻ അനിയൻ്റെ വീട്ടിലേക്ക് പോയി. പിറ്റേ ദിവസം രാവിലെ. അപ്പോൾ രാവിലെ പോയിട്ട് പിറ്റേ ദിവസം ഉച്ച കഴിഞ്ഞ് ഞാൻ അനിയൻ്റെ വീട്ടിലേക്ക്, ഉച്ച കഴിഞ്ഞ് അനിയൻ്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോഴത്തേക്കും ഞാൻ ചുമ്മാ അപ്പോഴും ഞാൻ എവിടെ പോകുമ്പോഴും ഞാൻ TV ഒന്ന് വയ്ക്കും, ന്യൂസ് വയ്ക്കുമ്പോഴത്തേക്കുമാണ് വാർത്ത വരുന്നത്, ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയെ കാണാനില്ല. എൻ്റെ ബോസാ. അപ്പൊ ഈ മുഖ്യമന്ത്രിയെ കാണാനില്ല എന്ന വാർത്ത വരുമ്പോൾ എനിക്കൊന്ന്, അപ്പം ഞാനിത് പിന്നെ ശ്രദ്ധിക്കണം. അപ്പോൾ ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയെ കാണാനില്ല, 12 മണിക്കൂറായി, ഒരു വിവരവുമില്ല. പിന്നെ ഇത് ഇങ്ങനെ ഇരുന്നാൽ മതി, പക്ഷെ എനിക്കത് അവിടെ ഇരിക്കാൻ പറ്റില്ല. അപ്പം വൈഫും കുട്ടികളൊക്കെ അവരെയൊക്കെ അവിടെ വിട്ടിച്ച് ഞാൻ അപ്പം സ്കൂട്ടർ എടുത്തുകൊണ്ട് പോയി സെക്രട്ടേറിയറ്റ്. അവിടെ ചെന്നപ്പോൾ ആളങ്ങനെ ഞങ്ങളുടെ സ്റ്റാഫൊക്കെ കൂടിയിട്ടുണ്ട്, എന്താണെന്നറിയില്ല, എങ്ങോട്ടാ പോണേന്നറിയില്ല, ആകെപ്പാടെ പ്രശ്നങ്ങൾ. അത് കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ അപ്പോൾ പിന്നെ അങ്ങനെ അന്ന് ആ സമയം മുതൽ 3 ദിവസത്തോളം, ഏകദേശം 3 ദിവസത്തോളം രായും പകലും ഞങ്ങൾ ഈ സെക്രട്ടേറിയറ്റിൻ്റെ ഉള്ളിൽ കഴിച്ചു കൂട്ടേണ്ടി വന്നു. കാരണം ഇതിൻ്റെ ശരിക്കുള്ള വിവരം കിട്ടാൻ. അവർ അവസാനം ആർമി, നേവി എല്ലാവരും കൂടെ തപ്പി, എയർഫോഴ്സ് ആരൊക്കെ തപ്പി അവസാനമാണ് ഈ നല്ലമല ഫോറസ്റ്റിന്റെ ഉള്ളിൽ ഈ പിന്നെ ഹെലികോപ്റ്റർ കത്തിക്കരിഞ്ഞ് കിടന്ന് ഇവരുടെ ബോഡിയോട് കൂടി കിട്ടുന്നത്. അതല്ല ഞാൻ പറഞ്ഞു വരുന്ന അതല്ല സംഭവം. അപ്പോൾ അതൊക്കെ നടന്നു. അപ്പോൾ അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഹൃദയഭേദകമായ ഒരു സംഭവമാണ്. കാരണം എൻ്റെ ബോസ് എന്നുള്ളതിന് ഉപരി ഞാൻ അദ്ദേഹത്തിൻ്റെ ഈ ജോലി, ഞാൻ ഈ വർക്ക് ചെയ്ത എല്ലാ മുഖ്യമന്ത്രിമാരിലും എനിക്ക് ഏറ്റവും മനുഷ്യസ്നേഹിയായിട്ട് ഞാൻ കണ്ടിരിക്കുന്ന ഒരു മുഖ്യമന്ത്രി. അതായത് ഒരു സാധാരണക്കാരനായി പെരുമാറാൻ ആഗ്രഹിച്ച ഒരു മുഖ്യമന്ത്രി കൂടിയായിരുന്നു. ബാക്കിയുള്ളതൊന്നും എനിക്കറിയില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വളരെ നമ്മളോടൊക്കെ നമ്മൾ കാണിക്കുന്ന അതേ ബഹുമാനം നമുക്ക് തരുന്ന ഒരു മുഖ്യമന്ത്രിയായിരുന്നു ഈ YS രാജശേഖരൻ. അപ്പോൾ അദ്ദേഹത്തിന് ഈ പെട്ടെന്നുള്ള ഇത് നമുക്കൊരു വലിയൊരു ഷോക്കായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഈ പിന്നെ കത്തിക്കരിഞ്ഞ ഒന്നുമില്ല, വെറും കത്തിക്കരിഞ്ഞ ശരി ഇത് കൊണ്ടുവന്ന് അത് പിന്നെ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ഔദ്യോഗിക വസതിയിലേക്ക് കൊണ്ടുവരികയും സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി എല്ലാവരും വന്നു കാണുന്നു പോകുന്നു. ഒന്നും കാണാനൊന്നുമില്ല, ഇങ്ങനെ നോക്കുക പോകുന്നു. അത് കഴിഞ്ഞ് ഈ ബോഡി വെച്ചിരിക്കുന്ന പേടകം, ബോക്സ്, അത് ലാൽ ബഹദൂർ സ്റ്റേഡിയത്തിൽ പൊതുദർശനത്തിനായി വയ്ക്കുന്നു. അപ്പോൾ പൊതുദർശനത്തിന് ലക്ഷക്കണക്കിന് ആൾക്കാർ, ആയിരക്കണക്കിന് ആൾക്കാർ, 10,000-കണക്കിന് ആൾക്കാർ വന്ന് കണ്ടിട്ട് ഇത് പോവുക. ഇത് പോയി കഴിഞ്ഞപ്പോൾ ഞാനും ഉണ്ടവിടെ. അപ്പോഴാണ് എനിക്ക് കേരളത്തിലെ മലയാളം ചാനലുകളുടെ ഫോൺ. അതിന് മുമ്പ് ഞാൻ ഈ വാർത്തയെ കൊടുത്തു, പല ചാനലുകൾക്കും കൊടുത്തു വാർത്ത. അന്ന് ഈ ഒരു മലയാളിയേ ഉള്ളൂ. ഈ പ്രശ്നം എന്ന് വെച്ചാൽ ഇവിടെ ആകെപ്പാടെ ഇത് അവർക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റിയ ഒരു മലയാളി ഞാനേ ഉള്ളൂ. എന്നെ വിളിക്കുക. ഞാൻ പറഞ്ഞു, സാർ ഞാൻ ഈ ആളുടെ PRO, ഞാൻ മരിച്ചു കിടക്കുന്ന ആള് എൻ്റെ ബോസാണ്, എനിക്ക് വേറെ ഒരുപാട് ഇവിടെ ചെയ്യാനുണ്ട്. അപ്പോൾ അല്ല അതൊന്നും ഞങ്ങൾക്ക് അറിയണ്ട, സാർ ഈ വാർത്ത തന്നേ പറ്റൂ. സാർ എന്ത് ചെയ്താൽ ഞാൻ വേറെ ആരും ഇപ്പം അങ്ങോട്ട് അയക്കാനില്ല. അന്ന് ഈ ഫ്ലൈറ്റും ഇതൊന്നും ഇല്ലല്ലോ, ഉണ്ടെങ്കിൽ തന്നെ അവർക്ക് എത്താൻ പറ്റിയിട്ടില്ല. ശരി, ഞാൻ പറഞ്ഞു നോക്കട്ടെ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് അപ്പോഴാണ് അവർ പറയുന്നത്, അത് കഴിഞ്ഞ് ഞാൻ ആ വാർത്തയെ കൊടുത്തു. അത് കഴിഞ്ഞ് പറയുമ്പോൾ ഈ ലാൽ ബഹദൂർ സ്റ്റേഡിയത്തിൽ നിന്ന് ഈ പേടകം കടപ്പയിലേക്ക്, അദ്ദേഹത്തിൻ്റെ ജന്മദേശമായ കടപ്പയിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഇത് വിലാപയാത്രയായിട്ട്, അന്ത്യയാത്രയായിട്ട് ഇത് ബീഗംപേട്ട് എയർപോർട്ടിലേക്ക് പോവുകയാണ് ലാൽ ബഹദൂർ സ്റ്റേഡിയത്തിൽ നിന്ന്. അപ്പോൾ ഇവർക്ക് ലൈവ് കവറേജ് വേണം, ഇതിൻ്റെ ലൈവ് കവറേജ്. അപ്പം ഞാൻ എൻ്റെ ഞങ്ങളിരിക്കുന്ന കാറിൽ ഞാൻ ഇരിക്കുകയാണ്. അപ്പം എൻ്റെ മൊബൈലുണ്ട്, പറയുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു, എനിക്കൊരു പ്രത്യേകതയുണ്ട്. ഞാൻ ആളോട് പറഞ്ഞു, ഞങ്ങൾ അവിടുത്തെ ഈ ചാനലുകാരോട് പറഞ്ഞു, ഞാനൊരു കാര്യം പറയാം, ഇത് ഇടയ്ക്ക് വെച്ച് തട്ടും, എൻ്റെ വോയിസ് പോകും. കാരണം ഞാൻ അത്ര സെൻറ്റിമെൻ്റലാണ് ഈ കാര്യത്തിൽ. അയ്യോ സാറേ, അത് സാർ ഒന്ന് നോക്കി ചെയ്യണം, ഇടയ്ക്ക് നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ആകപ്പാടെ ലൈവാണിത്, സാർ ഒന്ന് നോക്കി ഒന്ന് കൺട്രോൾ ചെയ്തു. ഓക്കെ, അങ്ങനെ ഞാനിത് നമ്മൾ വിവരിക്കുമ്പോഴും അതിൻ്റെ വേറെ രീതി വിവരിക്കുന്നുള്ളൂ. അപ്പോൾ അസംബ്ലി, പബ്ലിക് ഗാർഡൻ, അസംബ്ലി, സെക്രട്ടേറിയറ്റ് എല്ലാം ക്രോസ് ചെയ്ത് നമ്മുടെ ഹുസൈൻ സാഗർ വഴിയാണിത് ബീഗംപേട്ട് എയർപോർട്ടിലേക്കാണ് പോകണം. അപ്പം ഞാനിതിങ്ങനെ ലൈവായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം നമ്മുടെ ജനങ്ങളുടെ പ്രിയങ്കരനായ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ YS രാജശേഖര റെഡ്ഡി, YSR എന്നവർ വിളിക്കുന്ന അവരുടെ പ്രിയതമായ അവരുടെ മുഖ്യമന്ത്രി എത്രയോ വർഷങ്ങൾ കടന്നുപോയ വഴികളിലൂടെ
അദ്ദേഹത്തിന്റെ അന്ത്യയാത്ര എന്ന് പറയും വോയിസ്. കാരണം ഞാൻ വർക്കൗട്ടായിപ്പോയി, സെന്റിമെന്റലായിപ്പോയി. എനിക്ക് വോയിസ് എന്ത് ചെയ്ത് കിട്ടുന്നില്ല. ഇവിടെ ലൈവ് പോയിക്കൊണ്ടിരിക്കുക അവിടെ. അപ്പോൾ അവർ പറഞ്ഞു, അവിടുന്ന് അയാൾ വിളിച്ചിട്ട് പറഞ്ഞു, സാർ ഞങ്ങൾ വേണമെങ്കിൽ 2 മിനിറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം, ഇത് ചില സാങ്കേതിക തടസ്സം എന്തെങ്കിലും പറഞ്ഞു, സാർ അതിനെ ഒന്ന് കവറപ്പ് ചെയ്യണം, വെള്ളം കുടിക്കുക, എന്തെങ്കിലും ചെയ്തിട്ട് സാർ ഇത്. പിന്നെ എനിക്കാണെങ്കിൽ ഒരു വിധത്തിൽ എൻ്റെ വോയിസ് പിന്നെ കിട്ടുന്നില്ല. പിന്നെ ഞാൻ വെള്ളമൊക്കെ കുടിച്ച് എഴുതാൻ കഴിഞ്ഞ് ഏകദേശം 2-3 മിനിറ്റോളം എടുത്ത് കാണും. പിന്നെ ഞാനിത് തുറന്ന് ഞാൻ ഇത് മുഴുവൻ കഴിച്ചു എന്ന് പറയുക. അങ്ങനെ ഒരു പ്രത്യേക ചില സംഭവങ്ങളുണ്ടാകും. പക്ഷേ ഇത് ഈ മെല്ലോയോ അല്ലെങ്കിൽ പണ്ടത്തെ ചക്രപാണിയോ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഇത് എങ്ങനെ കവർ ചെയ്തു? മഹാത്മാഗാന്ധിയുടെയും പിന്നെ നമ്മുടെ ഇന്ദിരാഗാന്ധിയുടെയും ജവഹർലാൽ നെഹ്റുവിൻ്റെയൊക്കെ അന്ത്യയാത്രകൾ ഇവരൊക്കെ എങ്ങനെ കവർ ചെയ്തു എന്ന് ഓർക്കുമ്പോൾ അവർക്കൊക്കെ ഞാൻ നമസ്കരിക്കുകയാണ്. കാരണം അവരൊക്കെ ഒരു എമോഷനും കൂടുതൽ കാണിക്കാതെ എന്നാൽ വേണ്ടത്ര എമോഷൻ കാണിച്ച് ഒരു നിമിഷം പോലും കണ്ടമിടറാതെ അവരിത് വിവരിച്ചു എന്നുള്ളതാണ്. അപ്പം ഇതൊക്കെ ഒരു നമുക്ക് മറക്കാനാവാത്ത ചില പ്രത്യേകമായ സംഭവങ്ങളാണ്. ഇങ്ങനെ പല സംഭവങ്ങളിലൂടെയും നമ്മൾ കടന്നു പോകേണ്ടി വരും ഇതിനകത്ത് ഈ പത്രപ്രവർത്തന രംഗത്ത്. അതുപോലെ കൈപ്പേറിയ ഒരുപാട് സംഭവങ്ങളുണ്ട്. കാരണം ഉദാഹരണം ഈ തെലങ്കാന സമരമാകട്ടെ അല്ലെങ്കിൽ ഈ കമ്മ്യൂണൽ ട്രബിൾ ആകട്ടെ, ആ സമയത്തൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്യാൻ പോകുമ്പോൾ ഇവിടുത്തെ പോലീസുകാർക്ക് അറിയാം നമ്മൾ റിപ്പോർട്ടറാണ്, സ്കൂട്ടറിൽ പോകും. പക്ഷെ ആസാം റൈഫിളുകാരനും ഇവർക്കൊന്നും അറിയില്ല. ഇവർ വന്നിട്ട് ഈ ലാത്തിൽ വീശുവാണ്. അപ്പോഴേക്കും എൻ്റെ ഈ കാലിൻ്റെ ഇവിടെയൊക്കെ അടികൊണ്ടിട്ടുണ്ട്. ഇവരിങ്ങനെ വീശുമ്പോൾ പെട്ടെന്ന് ഞാനിങ്ങനെ തെങ്ങ് മാറുമ്പോൾ ഓടിക്കുന്നു. അതുപോലെ തന്നെ ഈ അന്നത്തെ ഓൾഡ് സിറ്റിയുടെ ഗള്ളിക്കകത്ത് കയറി, നിങ്ങൾ പോയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഓൾഡ് സിറ്റിയുടെ ഗള്ളിക്കകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് തിരിച്ചു വരാൻ പറ്റില്ല. അപ്പൊ ഈ ഗള്ളിക്കകത്തേക്ക് കയറി കഴിഞ്ഞാൽ ഒരു മൊഹള്ളയാണ്. അതിങ്ങനെ നിങ്ങൾ അവിടെ കിടന്ന് കറങ്ങുമല്ലാണ്ട് നിങ്ങൾ തിരിച്ച് ഈ മെയിൻ റോഡിലേക്ക് വരണം എന്നുള്ളത് അസാധ്യമായ കാര്യം. അപ്പൊ അതിനകത്ത് അന്ന് നടക്കുന്ന കാര്യങ്ങൾ അറിയാലോ അതിനകത്ത്. അപ്പൊ ഞാൻ ഇതിനകത്തൂടെ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് വേർത്ത് കുളിച്ച് ആരോടെ ചോദിക്കണം, എല്ലാ വാതിലും അടച്ചു. ആരെങ്കിലും മുട്ടിയാൽ അവർ പെട്ടെന്ന് ഒന്നും കൂടെ അടയ്ക്കും. അങ്ങനത്തെ പ്രശ്നങ്ങളാണ്. എന്നിട്ട് പിന്നെ ഞാൻ ചുറ്റി 2 മണിക്കൂർ ചുറ്റിക്കഴിഞ്ഞ് ഒരാളെ കണ്ട് തൊഴുതു. ഞാൻ പറഞ്ഞു, എന്നെ ഒന്ന് ഈ പബ്ലിക് റോഡിലേക്ക് ഇറക്കി വിടണം. ആരാണ് എന്താണെന്നൊക്കെ ചോദിച്ചു. ഞാൻ ഓർത്തു കഴിഞ്ഞെന്ന് നോക്കി അവിടെ ജീവൻ പണയം വെച്ച് തീർന്നു ഓർത്തു. അയാളുടെ എന്തോ ദയാവായ്പ കൊണ്ട് അയാൾ പിടിച്ചു വലിച്ച് ഒരു വിധത്തിൽ കൊണ്ടുപോയി പബ്ലിക് റോഡിൽ ഇറക്കി. അപ്പൊ പബ്ലിക് റോഡിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഗുണം. അവിടെ പോലീസ് ജീപ്പ് വരുമ്പോൾ നമുക്ക് കൈ കാണിച്ചാൽ അവർക്ക് മനസ്സിലാവും. അപ്പൊ അവർ കയറ്റിക്കൊണ്ട് പോയിക്കോളും. അങ്ങനെ ഞാൻ നിന്ന് ഈ മറ്റേ മിലിറ്ററിക്കാരുടെ ഇത് വരുമ്പോൾ അത് വിട്ടിട്ട് പോലീസുകാരുടെ വരുമ്പോൾ അവരെ പിടിച്ചു നിർത്തി ഒരു വിധത്തിൽ കയറി രക്ഷപ്പെട്ടു. അങ്ങനെ ജീവൻ ചിലപ്പോൾ നമുക്ക് വളരെ റിസ്കിലൊക്കെ നമുക്ക് റിപ്പോർട്ട് ചെയ്യേണ്ട പല കാര്യങ്ങളും വന്നിട്ടുണ്ട്, ചില സംഭവങ്ങളൊക്കെ. സാറേ, അന്ന് ഇപ്പം പത്രപ്രവർത്തനം 50 വർഷം എന്ന് പറഞ്ഞ ഒരു നീണ്ട കാലയളവ്, വലിയൊരു കാലയളവ് അല്ല. അന്നും ഇന്നും നമ്മുടെ ഈ പത്രപ്രവർത്തന വ്യതിയാനങ്ങൾ സാറെ എങ്ങനെ നോക്കിയാണ്? ഒരുപാട് വ്യതിയാനങ്ങളുണ്ടല്ലോ. സാങ്കേതിക രംഗം പിന്നെ ടെക്നോളജി വലിയൊരു അനുഗ്രഹമല്ലേ. കാരണം ഇപ്പൊ ഞാൻ ഉദാഹരണം പറഞ്ഞത് തന്നെ, ഇപ്പൊ നിങ്ങളുടെ വിരൽത്തുമ്പിലാണ് നിങ്ങൾക്ക് ന്യൂസ്. ഇപ്പൊ നിങ്ങളുടെ ന്യൂസ് നിങ്ങൾക്ക് നിങ്ങളുടെ ഗൂഗിൾ ജിമെയിൽ പോയി അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് വാർത്തകളും അതിന്റെ ഏകദേശം നിങ്ങൾക്ക് ഒരു രൂപം കിട്ടും. അത് കഴിഞ്ഞ് പിന്നെ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾ അന്വേഷിച്ചാൽ മതി അതിനെപ്പറ്റി കൂടുതലായിട്ട്. അപ്പൊ നിങ്ങൾക്ക് അത് റിപ്പോർട്ട് ചെയ്യാൻ ഈസിയാണ്, എളുപ്പമാണ്. പിന്നെ അന്നത്തെ പോലെ നിങ്ങൾക്ക് ഈ കുത്തിയിട്ട് ഞങ്ങൾക്ക് ഇത് മുഴുവൻ എഴുതല്ലേ. ഇപ്പൊ ഞാൻ ഈ മാതൃഭൂമിക്കൊക്കെ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത് മുഴുവൻ ഈ ബ്ലാക്ക് പേന കൊണ്ട്, ബ്ലാക്ക് ഇങ്ക് കൊണ്ട് എഴുതിയിട്ട് അത് പാരഡൈസിലെ ടെലിഗ്രാഫ് ഓഫീസിൽ പോയി. അപ്പോൾ നമുക്ക് ടെലക്സ് ഇതിന്റെ കാർഡുണ്ട്, ആ കാർഡ് കാണിച്ചറിയാലോ. അപ്പൊ ആ കാർഡ് കാണിച്ചാൽ ഇവരത് അങ്ങോട്ട് ഫാക്സ് ചെയ്യും. അങ്ങനെയൊക്കെ ഫാക്സ് ചെയ്ത് അവസാനം പിന്നെ ഒരു ഫാക്സ് മെഷീൻ മേടിച്ച് ഞാൻ ആ ഫാക്സ് മെഷീനിൽ നിന്ന് ഇവിടുന്ന് ഫാക്സ് ചെയ്തുകൊണ്ടിരുന്നു. എല്ലാം എഴുതണം, എഴുതിയിട്ട് അതും കറുത്ത എങ്കിലും എഴുതണം, എന്നാലേ അത് അതിന്റെ ഇംപ്രഷൻ പോകുള്ളൂ. അങ്ങനെ അയച്ചുകൊണ്ടിരുന്നു. ഇന്നൊന്നുമില്ല. ഇന്നിപ്പോ ഉദാഹരണത്തിന് പോണ വഴിക്ക് ഞാനിപ്പോ എന്റെ മൊബൈലുണ്ട്. ആ മൊബൈലിൽ എനിക്ക് കല്യാണത്തിനോ അല്ലെങ്കിൽ എവിടെയെങ്കിലും എനിക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോഴും എനിക്ക് അടിച്ചോണ്ടിരിക്കാൻ റിപ്പോർട്ട് അടിച്ചിട്ട് അങ്ങോട്ട് സെൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊക്കോളും. ടെക്നോളജിയുടെ സഹായം പത്രപ്രവർത്തകരെ
വളരെയധികം സഹായിച്ചിട്ടുണ്ട്. ഉണ്ട്. പക്ഷെ ആ ടെക്നോളജി സഹായിച്ചെങ്കിലും ഇന്നിപ്പോ ആർക്കും വേണമെങ്കിൽ ഒരു പത്രം തുടങ്ങാൻ ഒരു അവസ്ഥയാണ്. ഇതിന്റെ മൂല്യച്യുതിയാണ് മൂല്യച്യുതിയുണ്ട്. ആക്യുറസി ഒരുപാട് പോയി. കാരണം നമ്മളിപ്പം ഇതിന്റെ ആക്യുറസി ഇന്ന് അത് ആക്യുറസിയെ വെരിഫൈ ചെയ്യാനുള്ള ക്ഷമയൊന്നും ഇന്നത്തെ പുതിയ ജനറേഷൻ പത്രപ്രവർത്തകർക്കില്ല. അവരൊരു ഉദ്ദേശം കൊണ്ട് അയക്കും, അവർക്ക് കിട്ടുന്ന വാർത്ത അവരങ്ങ് അയക്കും എന്നല്ലാതെ അതിനെപ്പറ്റി വളരെ ഗഹനമായി അന്വേഷിച്ച് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് അതിന്റെ ആക്യുറസി കണ്ടുപിടിച്ച് അങ്ങനെ റിപ്പോർട്ട് ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വം അവർ ഏറ്റെടുക്കുന്നില്ല. അതവര് ഈ ടെക്നോളജിയിൽ കൂടി കിട്ടുന്ന വിവരങ്ങൾ അവരെ കൊണ്ടാകാവുന്ന വിധത്തിൽ അവരതങ്ങ് തള്ളിക്കൊണ്ട് പോകുന്നു എന്നല്ലാണ്ട് അതുകൊണ്ട് അതെല്ലാം നമുക്ക് നമ്മുടെ വാർത്തകളിൽ പ്രതിഫലിക്കുന്നുണ്ട്. അതിന്റെ ആക്യുറസി പലപ്പോഴും നമുക്ക് മിസ്സാവുന്നുണ്ട്. ഓരോ റിപ്പോർട്ടും ഓരോ ചാനലിലും ഓരോ പത്രത്തിലും ഡിഫറെൻ്റ് ആയിട്ട് വരുന്നതും അത് തന്നെയാണ്. പണ്ടങ്ങനെ വരില്ലായിരുന്നു. പണ്ട് പിന്നെ മരണം 16 എന്ന് പറഞ്ഞാൽ എല്ലാ പേപ്പറിലും 16 ആയിരിക്കും. കാരണം അതിന് ആക്യുറസി കണ്ടിട്ടേ അവർ എഴുതുള്ളൂ. ഇന്ന് ആക്യുറസി ഒരിടത്ത് 16, ഒരിടത്ത് 18, ഒരിടത്ത് 10 ആണ്. കാരണം ആക്യുറസി ആരും വെരിഫൈ ചെയ്യാറില്ല. അതാണ് ആ പത്രപ്രവർത്തനത്തിന്റെ ഉത്തരവാദിത്വം കുറച്ചും കൂടി അതിന്റെ മൂല്യച്യുതി സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അത് ടെക്നോളജിയുടെ കൂടുതൽ കൊണ്ടാണ്. കാരണം ഇദ്ദേഹത്തിന് അവര് വിളിച്ചു ചോദിച്ചാൽ പറയാനുണ്ട്, സാർ അത് ഇന്ന പിന്നെ ജിമെയിൽ അടിച്ചപ്പോൾ എനിക്ക് അതാ കിട്ടിയത്, അതാണ് ഞാൻ അങ്ങോട്ട് റിപ്പോർട്ട് ചെയ്തത്. പക്ഷെ അന്നതില്ല. തനിക്ക് എവിടെ നിന്ന് കിട്ടിയ വിവരം എന്ന് ചോദിച്ചാൽ അത് നമ്മുടെ ഉത്തരവാദിത്തമായിരുന്നു. അതിന്റെ ഒരു വ്യത്യാസം വന്നിട്ടുണ്ട്. പക്ഷെ ഇത് ഇപ്പോ ഈ സാങ്കേതിക വിദ്യ അത്ര മികച്ചത് കൊണ്ട് ഇന്ന് സോഷ്യൽ മീഡിയ വളരെയധികം അതിപ്രസരമാണ്. അത് നമ്മളെ ഈ പത്ര വായനയും പത്ര പ്രവർത്തനത്തെയും ബാധിക്കുന്നില്ല. അതുകൊണ്ടാണ് ഇപ്പൊ പ്രിന്റ് മീഡിയ പതുക്കെ അതിന്റെ പ്രഭാവം, അതിന്റെ ഒരു പ്രസക്തി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് എല്ലാ പത്രങ്ങളും ഓൺലൈൻ പേപ്പർ തുടങ്ങിയത്. ഇപ്പൊ മാതൃഭൂമി ആവട്ടെ, മനോരമയാവട്ടെ, കേരള കൗമുദി എല്ലാവരും ഓൺലൈൻ തുടങ്ങി. ഹിന്ദു എല്ലാ പേപ്പറും ഓൺലൈൻ പേപ്പർ സമാന്തരമായിട്ട് തുടങ്ങി. അപ്പൊ ആ വാർത്തയും ഈ വാർത്തയും രണ്ടുമുണ്ട്. അപ്പം നിങ്ങൾക്ക് ഓൺലൈൻ www.മാതൃഭൂമി നിങ്ങൾക്ക് ഓൺലൈൻ കിട്ടും, അതുപോലെ മനോരമ ഓൺലൈൻ കിട്ടും. അപ്പൊ ഓൺലൈനുണ്ട്, മറ്റേ പ്രിന്റ് എഡിഷൻ ഉണ്ട്. ഈ പ്രിന്റ് തന്നെ അവർ പ്രിന്റ് എഡിഷൻ തന്നെ ഓൺലൈനായിട്ട് അയക്കും. ഇപ്പോ നമ്മളെക്കാളും ആദ്യം ഇന്നത്തെ മലയാളം പേപ്പറുകൾ നമ്മളെക്കാളും ആദ്യം വായിക്കണം അമേരിക്കയിലാണ്. കാരണം അമേരിക്ക ഇപ്പൊ ഡേ ആണ്, നമ്മൾ ഉറങ്ങുമായിരിക്കും. ഇപ്പൊ രാത്രി 2 മണി കഴിയുമ്പോൾ പേപ്പർ റെഡിയല്ലേ, അപ്പൊ അത് ഓൺലൈനിൽ ഇട്ട് കഴിയും. അവർക്ക് ഉച്ചയ്ക്ക് 2 മണിക്ക് ആ പേപ്പർ വായിക്കാം. അപ്പൊ നമ്മളെക്കാളും ആദ്യം അവരാ പേപ്പർ വായിക്കും. അപ്പൊ അതുകൊണ്ട് ടെക്നോളജിയുടെ ഈ സോഷ്യൽ മീഡിയയുടെ ഡെവലപ്മെന്റ് ആണ് ഓൺലൈൻ പേപ്പറുകളുടെ കൂടുതൽ പ്രസക്തിക്ക് കാരണം. അതിപ്പോ ഈ സോഷ്യൽ മീഡിയ അതിപ്രസരം നമുക്ക് എങ്ങനെ മറികടക്കാൻ പറ്റും? സോഷ്യൽ മീഡിയ നമ്മളിപ്പോ ന്യൂസ് വന്നു, നമ്മളിപ്പം വാട്സപ്പ് തുറന്ന ന്യൂസ് കിട്ടി, നമുക്ക് ന്യൂസ് കിട്ടി. അല്ലാതെ ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് മീഡിയ കൊടുക്കുന്നുണ്ട്, വിഷ്വൽ മീഡിയ. അതുപോലെ പത്രങ്ങളെ കിട്ടും. പിന്നെ ചുരുക്കം ഒരു 20% പേര് ഇരുന്ന് വായിക്കാൻ പത്രങ്ങൾ എടുക്കുന്നുണ്ട്. എല്ലാവരും ന്യൂസ് കണ്ട് ക്ലോസ് ചെയ്തു, എന്റർടൈൻ ചാനലിൽ പോയി വിഷ്വലാണെങ്കിൽ. പക്ഷെ സോഷ്യൽ മീഡിയയുടെ ഏറ്റവും അധികം കവർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന് നമ്മൾ ഈ മീഡിയ എങ്ങനെ? ഈ സോഷ്യൽ മീഡിയയുടെ ഒരു കാര്യം, സോഷ്യൽ മീഡിയ വിത്ത് റെസ്പോൺസിബിലിറ്റി ആയിരുന്നെങ്കിൽ പ്രശ്നമില്ലായിരുന്നു. പക്ഷെ സോഷ്യൽ മീഡിയ പലപ്പോഴും അത്രയും റെസ്പോൺസിബിലിറ്റി അവർ എടുക്കുന്നില്ല. അവർ കിട്ടുന്ന വാർത്ത ഫോർവേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു വാർത്ത ഇങ്ങ് വരുന്നതിന് മുമ്പ് അതിൻ്റെ ഒരു സാങ്ക്ടിറ്റി നോക്കാതെ അത് ഫോർവേഡ് ചെയ്യണം. ഇപ്പോൾ അതിനർത്ഥം ഇപ്പോൾ ചില മരണങ്ങൾ കൂടി ഇവരിത് സ്ഥിരീകരിക്കുന്നതിന് മുമ്പേ അതിനെ ഫോർവേഡ് ചെയ്ത് കഴിയാണ്. അങ്ങനെ ഒന്ന് വെയിറ്റ് ചെയ്ത് ഒന്ന് സ്ഥിരീകരിച്ച് നോക്കി ക്രോസ് വെരിഫൈ ചെയ്തിട്ടാണ് ചെയ്യണമെങ്കിൽ, ഒരു റെസ്പോൺസിബിൾ ആയിട്ടാണ് സോഷ്യൽ മീഡിയ വർക്ക് ചെയ്യണമെങ്കിൽ ഇത്രയും പ്രശ്നമില്ല. പക്ഷേ സോഷ്യൽ മീഡിയ പലപ്പോഴും അതിൻ്റെ ലിമിറ്റ്സ് എല്ലാം ക്രോസ് ചെയ്യണം. അതുകൊണ്ട് പേപ്പറുകളുടെ പ്രസക്തി, അവിടെയാണ് പേപ്പറുകളുടെ പ്രസക്തി വരുന്നത്. 2, നിങ്ങൾ വായിക്കുന്ന സോഷ്യൽ മീഡിയ നിങ്ങൾ അപ്പോഴേ മറക്കുകയാണ്. നിങ്ങൾക്കത് റെക്കോർഡായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നില്ല. കാര്യം ആരും അതങ്ങനെ സേവ് ചെയ്ത് വെക്കാറില്ല. പക്ഷെ നിങ്ങൾക്ക് അങ്ങനെ സേവ് ചെയ്ത് വെച്ച് വീണ്ടും ഇത് വായിക്കണം, വീണ്ടും ഇത് നോക്കണം എന്നുള്ളത് വേണമെങ്കിൽ നിങ്ങൾക്ക് പ്രിന്റ് മീഡിയ തന്നെ വേണം. അതാണ് ഈ പ്രിന്റ് മീഡിയയെ ഇന്നും, പ്രത്യേകിച്ച് കേരളം പോലെയുള്ള സ്റ്റേറ്റുകൾ ഇന്നും അതിനെ ആശ്രയിക്കുന്നത്. കാരണം അവർക്ക് നാളെ അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് ഇതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ടൊരു വായന വേണമെങ്കിൽ പ്രിന്റ് മീഡിയ തന്നെ വേണം. അതൊന്ന്. പിന്നെ രണ്ടാമത് റെക്കോർഡായിട്ട് ഇത് വയ്ക്കണമെങ്കിൽ ഒരാളുടെ ലേഖനം വന്നു, അത് റെക്കോർഡായിട്ട് വയ്ക്കണം എങ്കിൽ ഈ പ്രിന്റ് മീഡിയ ആണ് ഒന്നും കൂടെ നല്ലത്. കാരണം സോഷ്യൽ മീഡിയ അപ്പം തന്നെ പോകും, അതിനെപ്പറ്റി മറന്നു പോകും, അതങ്ങോട്ട് പിന്നെ ഇറേസ് ആയി പോകും. അപ്പോൾ അല്ലെങ്കിൽ നമ്മളത് ഡിലീറ്റ് ചെയ്ത് കളയും.
ഇതങ്ങനെയല്ല. ഇതിപ്പോൾ ഒരു പേപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേപ്പർ ഉണ്ടാവും, നിങ്ങൾക്ക് എപ്പോഴെങ്കിലും വൈകുന്നേരം എപ്പോഴെങ്കിലും വായിക്കാം, റെക്കോർഡായിട്ട് വയ്ക്കാം, അങ്ങനെയൊക്കെയുള്ളൊരു ഗുണങ്ങളുണ്ട്. അതുകൊണ്ടാണ് അതിപ്പോഴും അതിനെ കുറച്ചെങ്കിലും പ്രസക്തിയോടുകൂടി ഇപ്പോഴും നിലനിൽക്കുന്നതും നടക്കുന്നതും അതുകൊണ്ടാണ് പേപ്പറുകൾ. നമ്മുടെ ഇന്ത്യൻ പത്രപ്രവർത്തനം പാശ്ചാത്യ പത്രപ്രവർത്തനം തമ്മിൽ ഭയങ്കര അന്തരമുണ്ട്. ഒരുപാട് അന്തരമുണ്ട്. അവർക്ക് ഒരുപാട് അന്തരമുണ്ട്. കാരണം അവർക്ക് എന്നാന്ന് വെച്ചാൽ അവരുടെ വളരെ ലൈഫ് തന്നെ ഭയങ്കര സ്പീഡിലാണ് പോകുന്നത്. അപ്പോൾ അവരിപ്പോൾ ഉദാഹരണം ഞാൻ അമേരിക്കയിൽ പോയിരുന്നപ്പോൾ ഞാൻ കണ്ടു, അവർ പേപ്പർ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഇൻട്രസ്റ്റ് ഉള്ള ആ ഭാഗം എടുത്തിട്ട് ബാക്കി പേപ്പറുകൾ കളയും. അപ്പോൾ അവർക്ക് ഒരാൾക്ക് സ്പോർട്സ് വായിക്കണ്ടേ, ആ സ്പോർട്സിൻ്റെ 4 പേജിങ് എടുത്തേച്ച് ബാക്കി പേപ്പർ നോക്കും കൂടി അവർ എടുത്ത് കളയും. ഫൈനാൻസുകാരന് ഫൈനാൻഷ്യൽ ന്യൂസാണ് വേണ്ടത്, അവർ ആ ഫൈനാൻസിങ് എടുത്തിട്ട് ബാക്കി മുഴുവൻ അയാളത് കളയും. അല്ല പൊളിറ്റിക്സ് ആണ് വേണ്ടെങ്കിൽ പൊളിറ്റിക്സ് എടുത്തിട്ട് അയാൾ ബാക്കി കളയും. അല്ലാണ്ട് ഇത് മുഴുവൻ കൂടെ കാര്യം ഇത് വീട്ടിൽ നിന്ന് വായിക്കുന്ന സംഗതി നടക്കില്ല. കാരണം ഒരു പേപ്പർ 60 പേജും പിന്നെ 50 പേജും 70 പേജ് അതൊന്നും വായിക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് അതിന്റെ ഇതാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, അവര് നമ്മുടെ പേപ്പർ മാതിരി ചെറിയ ഒരു ഭാഗത്തു നിന്നുള്ള കവറേജ് അല്ല, അവർ ഈ ലോകം മുഴുവൻ കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വാഷിങ്ടൺ പോസ്റ്റോ അല്ലെങ്കിൽ ന്യൂയോർക്ക് ടൈംസോ ഒക്കെ ആണെങ്കിൽ ഏഷ്യക്ക് വേണ്ടി 4 പേജ് കാണും, ഏഷ്യയ്ക്ക് വേണ്ടി, ആഫ്രിക്കയ്ക്ക് വേണ്ടി 2 പേജ് കാണും, ഓസ്ട്രേലിയക്ക് വേണ്ടി 2 പേജ്, ഇങ്ങനെ ഓരോ ഭൂഖണ്ഡങ്ങൾക്ക് വേണ്ടി, ഓരോ കൺട്രിക്ക് വേണ്ടി ഇതെല്ലാവരും ദിവസവും കവർ ചെയ്യും. നമുക്ക് അങ്ങനത്തെ നമ്മുടെ വേൾഡ് എന്ന് പറഞ്ഞിട്ടൊരു ചെറിയൊരു കോളം ഒരു 6 പേജ് കൊടുക്കും, അത്രേ ഉള്ളൂ. അപ്പൊ അവരിത് മുഴുവൻ കവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് അവരുടെ അതാണ് അവർ നമ്മളും തമ്മിലുള്ള വ്യത്യാസം. പിന്നെ അവർക്കും ഈ പറഞ്ഞ മാതിരി ഡെഫിനറ്റ്ലി അവർക്കും ബയാസ്ഡ് ആണ്. അവർക്ക് അവരുടെ ജേർണലിസവും ബയാസ്ഡ് ആണ്. അവരുടെ കൺട്രിയുടെ ഇൻട്രസ്റ്റും അവരുടെ എല്ലാം അതിനകത്തും പ്രതിഫലിക്കും. അപ്പൊ സാറ് ഇത്ര പത്രപ്രവർത്തനം 25 വർഷത്തോളം ഡെക്കാൻ ക്രോണിക്കൽ പിന്നെ പ്രവർത്തനം ചെയ്തു. പെട്ടെന്ന് ഈ PR മുഖ്യമന്ത്രിമാരുടെ PROയിലേക്ക് എങ്ങനെ വന്നു? അതെ, അതൊരു ചെറിയ സംഭവമാണ്. കാരണം ഞാനന്ന് ആന്ധ്രാപ്രദേശ് ടൈംസിന്റെ സ്ഥാപക ന്യൂസ് എഡിറ്ററായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വളരെ തിരക്കിലിരിക്കുകയാണ്. ആ സമയത്ത് എനിക്ക് പെട്ടെന്ന് ഒരു ദിവസം എൻ്റെ വീട്ടിലേക്ക് ഒരു ഗവൺമെന്റിന്റെ കാർ വന്ന് നിൽക്കുകയാണ്. പെട്ടെന്ന് കൊടിയൊക്കെ വെച്ച കാറാണ്. അപ്പോൾ ഞാൻ സംഭവം ഒന്നും അറിയില്ല. അപ്പോൾ പെട്ടെന്ന് ഒരാൾ കയറി വന്നു. നിങ്ങളാണോ ചന്ദ്രമോഹൻ? അതെ. AP ടൈംസ് ജോലി ചെയ്യുന്ന ആള്? അതെ, ഞാൻ തന്നെയാണ്. ഇങ്ങനെ മുഖ്യമന്ത്രിക്ക് താങ്കളെ ഒന്ന് കാണണം എന്ന് പറഞ്ഞു. ചന്ദ്രബാബു നായിഡുവാണ് മുഖ്യമന്ത്രി, നിങ്ങളെ ഒന്ന് കാണണം അർജന്റായിട്ട്. നമ്മൾ എന്തിനാ എന്ന് ചോദിച്ചു. അല്ല, അത് എനിക്കറിയില്ല, ഞാൻ അദ്ദേഹത്തിൻ്റെ സെക്രട്ടറിയാണ്, എനിക്ക് എന്തിനാണ് കാണുന്നത്, പക്ഷെ നിങ്ങൾ കാണണം, നിങ്ങൾക്ക് എപ്പോഴാണ് സൗകര്യം? ഇന്ന് പറ്റില്ല, ഇന്ന് CMന് പറ്റില്ല, അതുകൊണ്ട് നാളെ ഞാൻ ഈ കാറിൽ തന്നെ വീണ്ടും വരാം, 10:30 മണിക്ക് നിങ്ങൾ റെഡി ആയിരിക്കണം, അരമണിക്കൂർ നേരത്തെ കാര്യമുള്ളൂ. ഞാൻ പറഞ്ഞു അത് ശരി, പക്ഷേ അത് കഴിഞ്ഞ് എന്നെ ഓഫീസിൽ വിടണം. ഓക്കെ. ഞാൻ പറഞ്ഞു വേറെ സീരിയസ് ആയ ഒന്നുമില്ല, അതെന്തോ വേറെ അവർ ചെറിയ എന്തോ കാര്യം സാറിന് ചോദിക്കാൻ വേണ്ടി വായിക്കൂടെ. അപ്പോൾ വൈഫിനൊക്കെ സംശയമായി എന്താണ് എന്തെങ്കിലും പ്രശ്നമാണ്. അപ്പോൾ ഞാനിങ്ങനെ അന്ന് തന്നെ ഓഫീസിൽ പോയി ഏറ്റവും അടുത്ത സുഹൃത്തുക്കളോട് ചോദിച്ചു, പറഞ്ഞു ഒന്നുകൊണ്ടാവില്ല, എന്തെങ്കിലും എഴുതി കൊടുക്കാനായിരിക്കും എന്ന് അവരും ചുമ്മാ തമാശയായിട്ട് പറഞ്ഞു. ശരി, ഞാനന്ന് 10:30 റെഡിയായിരുന്നു. ഞാൻ ചെന്നു, പുറത്തിരുന്നു. അപ്പോൾ ഇദ്ദേഹം എന്ന് വെച്ചാൽ വളരെ സിസ്റ്റമാറ്റിക് സ്ട്രിക്റ്റ് ചീഫ് മിനിസ്റ്ററാണ് അന്നത്തെ കാലത്ത്. അപ്പോൾ ആരോ എന്ന് പറഞ്ഞിങ്ങനെ ചന്ദ്രമോഹൻ ഇരിക്കാൻ പറഞ്ഞു നോക്കുന്നു, ചായയൊക്കെ തന്നു. എന്നിട്ട് 1 മണിക്കൂർ ഏകദേശം ആയപ്പോഴത്തേക്ക് എന്നെ അകത്തേക്ക് വിളിച്ചു. ഞാൻ അകത്തേക്കുന്നു. യു നോ തെലുഗു? യെസ്, ഐ നോ തെലുഗു സർ, ബട്ട് ഓൺലി ടു സ്പീക്ക്, നോട്ട് ടു റീഡ് ആൻഡ് റൈറ്റ്. ഓക്കെ. നോ, ഐ ആം ഗോയിങ് ടു ട്രിവാൻഡ്രം ഡേ ആഫ്റ്റർ ടുമോറോ. അന്ന് ഈ നാഷണൽ ഫ്രണ്ട്, ദേശീയ മുന്നണിയുടെ ഒരു യോഗം തിരുവനന്തപുരത്ത് ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ നടക്കുകയാണ്. അപ്പം അന്ന് അവിടെ പ്രസംഗിക്കാനുള്ളവര് EMS നമ്പൂതിരിപ്പാട്, PK നയനാർ, ജ്യോതി വ്യാസു, ഹരികിഷൻ സുർജിത്ത്, AB ഭരതൻ, ഇങ്ങനെയുള്ള പ്രഗത്ഭരായ ആൾക്കാരാണെന്ന് പ്രസംഗിക്കുന്നത്. ആ കൂട്ടത്തിൽ ഏറ്റവും സുപ്രധാനികളുള്ള ആളാണ് അന്ന് ദേശീയ മുന്നണിയുടെ കൺവീനർ കൂടിയായ ചന്ദ്രബാബു നായിഡു. അപ്പോൾ ഇദ്ദേഹമുണ്ട്. അപ്പോൾ അവിടെ ഞാൻ പ്രസംഗിക്കാൻ പോവാണ്. അതുകൊണ്ട് താങ്കളുടെ സഹായം എനിക്ക് ആവശ്യമുണ്ട്. കാരണം
ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് മലയാളത്തിൽ ഒരു പേര് എഴുതി തരണം. മലയാളത്തിൽ അത് ഇംഗ്ലീഷിൽ എഴുതി തരണം. മനസ്സിലാവുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടാകും സാർ. മലയാളം ഇംഗ്ലീഷിൽ എഴുതി തരണം, അല്ലെങ്കിൽ തെലുങ്കിൽ ഞാൻ എഴുതിയെടുക്കാം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി സാർ, ഞാൻ എഴുതി കൊടുത്തേക്കാം എന്ന് പറഞ്ഞു. അതെ, അത് വളരെ അതിനകത്ത് ഈ കേരള ജനതയുടെ എല്ലാ ഈ ലിറ്ററസി, സംസ്കാരം ഇതെല്ലാം ഉൾപ്പെട്ടിരിക്കണം. അവർക്ക് ദേ ഷുഡ് ബി ക്യാരിഡ് ഓവർ ബൈ ദാറ്റ്. ഒരു അക്ഷരം. അപ്പോൾ അവർക്കത് വളരെ താല്പര്യം വേണം, ഇൻക്ലൂഡിങ് നേതാക്കന്മാർക്കും കൂടി. മനസ്സിലായിട്ടുണ്ടല്ലോ? ശരി, ഞാനത് എഴുതി തരാം സാർ. ശരി. ഞാനിങ്ങനെ പോകുന്ന ഗേറ്റിനടുത്തപ്പോൾ 1 minute, യുവർ നെയിം ചന്ദ്രമോഹൻ, why don't you travel with me? You can also see your Kerala. Sir, I will let you know tomorrow. Why tomorrow? You should ask your wife. Yes, sir. Okay. ഞാൻ പോകുന്നു. വന്നു കഴിഞ്ഞ് ഞാൻ ആഫീസിൽ ഇതാരോടും പറഞ്ഞില്ല, അതൊരു പ്രശ്നമാവും. അപ്പോൾ ഞാൻ വീട്ടിൽ വൈഫിനോട് പറഞ്ഞു, നിങ്ങൾക്ക് എന്താ ഫ്ലൈറ്റിൽ പോണേ, കൊള്ളാൻ പറഞ്ഞു. അപ്പോൾ ആദ്യത്തെ യാത്രയൊന്നുമല്ല, അതിന് മുമ്പ് അച്ഛൻ മരിച്ചപ്പോൾ ഞാൻ ഫ്ലൈറ്റിലൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ശരി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പിറ്റേ ദിവസം വിളിച്ചു പറഞ്ഞു ഞാൻ വരാമെന്ന്. അങ്ങനെ ഞാൻ ഈ ചന്ദ്രബാബു നായിഡുവിൻ്റെ കൂടെ ട്രിവാൻഡ്രത്തേക്ക് പോയി. അപ്പോൾ ഞാൻ കൂടെ പോകുന്നു യെസ് എന്ന് പറഞ്ഞപ്പോൾ എന്നാൽ പിന്നെ സ്ലോലി നമുക്കവിടെ കേസ്. അപ്പോൾ ഇങ്ങനെ താമസിക്കുന്നത് KTCയിൽ അവിടെ ഒരു പാലസ് ഉണ്ടല്ലോ, കോവളം പാലസ്. കോവളം പാലസിലാണ് ഇയാൾക്ക് അക്കോമഡേഷൻ. കാരണം ഇയാൾ അന്നത്തെ ഏറ്റവും തലയെടുപ്പുള്ള നേതാവാണ്. കോവളം പാലസിലാണ് പുള്ളി വയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് അവിടെ പോയി ഇരുന്ന് എഴുതാം, അത് മതി, യു ബി പ്രിപ്പയർഡ് എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഫ്ലൈറ്റിൽ ഇവിടുന്ന് പോയി. ഞാൻ, ചന്ദ്രബാബു നായിഡു, അദ്ദേഹത്തിൻ്റെ സെക്രട്ടറി, ചീഫ് സെക്യൂരിറ്റി ഓഫീസർ, അങ്ങനെ വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. അന്നത്തെ CPR ഇയാളുടെ കൂടെ ഉണ്ടായിരുന്ന പ്രസ് സെക്രട്ടറി അവരുടെ പോയി. അവിടെ ചെന്ന് ഞാൻ ഈ കോവളം പാലസിലേക്ക് ചെന്നു. പാലസ് ചെന്ന് കഴിഞ്ഞപ്പോൾ എന്നോട് ഈ മലയാളത്തിൻ്റെ അപ്പോൾ എന്നോട് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ വഴി വെച്ച്, ഈ ഫ്ലൈറ്റ് വെച്ച് ഇയാൾ പിന്നെ ബിസിനസ് ക്ലാസ്സിലിരിക്കണം, നമ്മൾ ഇപ്പുറത്തെ ക്ലാസ്സിൽ. അപ്പോൾ എന്നെ വിളിപ്പിച്ചു, എന്നെ അടുത്തിരുത്തി. എന്നിട്ട് കേരളത്തിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചു. എങ്ങനെയാണ് കേരളത്തിൻ്റെ ഇന്ത്യൻ അക്ഷരങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കി. കേരളത്തിൻ്റെ സാംസ്കാരിക, രാഷ്ട്രീയ, സാമൂഹ്യ രംഗത്തെ പറ്റിയൊക്കെ കുറച്ചൊക്കെ ഡൗട്ടുള്ളതൊക്കെ ചോദിച്ചു. മനസ്സിലാക്കി എടുത്തിട്ട് പുള്ളി ഒരു സംഭവം പറഞ്ഞു. ഞാനൊരു കാര്യം പറയട്ടെ സാർ. പറഞ്ഞു, എനിക്കൊരു ഡൗട്ടുണ്ട്. നിങ്ങൾ മലയാളികൾ ഈ കേരളം വിട്ടാൽ നിങ്ങൾ വളരെ ഹാർഡ് വർക്കിങ്ങും ഓണസ്റ്റും വളരെ എൻ്റർപ്രൈസിങ്ങും ഒക്കെയാണ്. പക്ഷെ കേരളത്തിൽ മാത്രം നിങ്ങൾക്ക് ട്രേഡ് യൂണിയനിസം, അലസത, അവിടെ ഒരു ഇൻഡസ്ട്രി വരാൻ സമ്മതിക്കില്ല, ഇങ്ങനെ ഒരു പുരോഗമന, ഒരു വികസനത്തിൻ്റെ രാഷ്ട്രീയം അവിടെ ഇല്ലല്ലോ. അതെന്താണ്? പക്ഷെ നിങ്ങൾ പുറത്തു വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇതൊക്കെ മാറ്റി യു ബിക്കം വെരി എൻ്റർപ്രൈസിങ്, വെരി ഓണസ്റ്റ്, വെരി ഹാർഡ് വർക്കിംഗ്. അങ്ങനെ പറയാൻ പറ്റില്ല, എങ്കിലും വയറ്റിപ്പഴുപ്പിൻ്റെ പ്രശ്നമല്ല സാർ, ബിക്കോസ് വി ഹാവ് ടു ലീവ്. ഓക്കെ എന്നിങ്ങനെ പറഞ്ഞില്ല. അത് കഴിഞ്ഞ് ഞാൻ അവിടെ പാലസ് വെച്ചിട്ട് ഇതൊരു പേജ് എഴുതി. അപ്പോൾ പുള്ളി പറഞ്ഞു, നവോത്ഥാന നായകന്മാരുടെ ഒക്കെ പേര് ഇതിനകത്ത് ചേർക്കണം. ശ്രീനാരായണ ഗുരു, മന്നത്ത് പത്മനാഭൻ, അയ്യങ്കാളി, കേളപ്പൻ, ഇങ്ങനെയുള്ളവരുടെ ഒക്കെ പേരും ചേർക്കണം. കാരണം ഓരോരുത്തർക്കും ഓരോ ഇതിനകത്ത് പെട്ടവർക്കും ഉണ്ടാവില്ല ഇതിനകത്ത്. അപ്പോൾ അവരുടെയൊക്കെ പേര് ഞാൻ ചേർത്തു. അപ്പോൾ അവരുടെയൊക്കെ പേര് ചേർത്ത് വേണം ഇതെഴുതാൻ. അപ്പോൾ ഞാനിത് ഒരു പേജ് എഴുതി. പുള്ളി ചെന്ന് പുള്ളിയുടെ മുറിക്കകത്ത് ചെന്ന് പുള്ളി വായിച്ച് കേൾപ്പിച്ചു. പുള്ളിക്ക് ഭയങ്കര ഇമ്പ്രസ്സായി. പിന്നെ എന്നോട് പറഞ്ഞു, ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇംഗ്ലീഷ് സ്പീച്ച് ഞാൻ എഴുതി മേടിച്ചിട്ടുണ്ട്, കിട്ടിയിട്ടുണ്ട്, പ്രസ് സെക്രട്ടറി എല്ലാം എഴുതുന്നുണ്ട്. ഐ എം നോട്ട് സാറ്റിസ്ഫൈഡ്. Can you write English speech? I will give you this material. മെറ്റീരിയൽ എൻ്റെ തന്നു. ഞാൻ നോക്കുമ്പോൾ അത്ര വലിയ ഗുണമൊന്നുമില്ല. ഞാൻ പിന്നെ അപ്പുറത്ത് പോയിരുന്ന് അന്നത്തെ ടൈപ്പ് റൈറ്ററിൽ കിട്ടിയിരുന്ന് ഞാൻ ഇതും വച്ചുകൊണ്ട് ഈ നാഷണൽ ദേശീയ മുന്നണിയുടെ ഇത് വെച്ചിട്ട് ഒരു സ്പീച്ച് 4 പേജ് എഴുതി കൊണ്ട് കൊടുത്തു. പുള്ളി ഭയങ്കര ഇമ്പ്രഷനായി ആ സ്പീച്ച്, ഇംഗ്ലീഷ് സ്പീച്ച്. ഈ മലയാളം ഇതൊക്കെ കൊണ്ടുവന്ന് അയാൾ പറഞ്ഞു, വെരി ഗുഡ്, I am going to read this. This is okay, very good. I am satisfied. Okay, this is okay. This is very. I am English. I am satisfied. പക്ഷേ മലയാളം when I read മലയാളം എല്ലാവരും കൈയടിക്കുമല്ലോ. ഈ രാഷ്ട്രീയക്കാരുടെ നോക്കണം, കൈയടിക്കുമല്ലോ. എനിക്കെങ്ങനെ പറയാൻ പറ്റും? ഞാൻ നോക്കാം. കൈയടിക്കും സാർ, കൈയടിക്കണം. അല്ല, കൈയടിക്കണം, ഇവരും കൈയടിക്കണം. ഞാൻ പറഞ്ഞു അവരൊക്കെ കൈയടിക്കും. എനിക്ക് EMS ഒക്കെയാണ്. അതൊക്കെ ചിലപ്പോൾ അവർക്ക് ഇയാൾ ചുമ്മാ പോകാൻ എന്തൊക്കെയോ അതും സംഭവിക്കാം. പക്ഷെ ഞാനപ്പോൾ ഒന്നും പറഞ്ഞില്ല, അത് കൈയടിച്ചേക്കാം.
അത് കഴിഞ്ഞ് ചെന്നു. അപ്പോൾ ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയം, അപ്പോൾ EMS, EK നയനാർ, AB ഭരതൻ, ഹരകിഷൻ സുർജിത്ത്, ഇങ്ങനെയുള്ള പ്രഗത്ഭരായ വലിയ വലിയ വ്യക്തികൾ മുഴുവൻ ഇരിക്കുകയാണ്. ഇവരൊക്കെ വന്നിട്ട് ഇദ്ദേഹം പോകും. അപ്പോൾ എല്ലാവരും വിളിച്ചു ചോദിച്ചു, എല്ലാവരും എത്തി സാർ മാത്രം. അപ്പോൾ അവിടുന്ന് ഞങ്ങളുടെ കോൺവോയ് ചെല്ലുമ്പോൾ ഞങ്ങൾക്ക് കേൾക്കാം മൂസമാനെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ അതികായകനായ ദേശീയ മുന്നണിയുടെ കൺവീനർ ചന്ദ്രബാബു നായിഡു അതാ എത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ജനലക്ഷങ്ങളാണ് നമ്മളെ. അപ്പോൾ കാരണം CPM ഒക്കെ അതിനകത്ത് പെട്ടതല്ലേ, CPI, CPM, ജനതാ പാർട്ടി ഒക്കെ ഉള്ളത്. അപ്പോൾ ഇദ്ദേഹം കയറി വന്നു ഈ മലയാളം സ്പീച്ചൊക്കെ. അപ്പം ഇദ്ദേഹത്തെ അപ്പം ഞാൻ പറഞ്ഞു, സാറിന് കയ്യിൽ കിട്ടാൻ അതിനേക്കാളും നല്ലൊരു സംഭവം ഞാൻ പറയാം. ഇതിനേക്കാളും ഒക്കെ കയ്യിൽ കിട്ടുന്ന ഒരു സംഭവമാണ്. അത് ചെയ്താൽ വളരെ നന്നായിരിക്കും. പക്ഷേ എനിക്കറിയില്ല, ചെയ്യൂല. അന്ന് എനിക്ക് ധൈര്യമായിട്ട് പറയാമല്ലോ, ഞാൻ PR വേണ്ടില്ല. സാർ കയറി ചെല്ലുമ്പോൾ EMS പിന്നെ ജ്യോതി ബാസു എന്നൊക്കെ പറയുന്ന ഈ രണ്ടുപേരുടെ പേരാണ്. ഇവരൊക്കെ സാറിനേക്കാളും ഒക്കെ ഇരട്ടി പ്രായമുള്ള ഭയങ്കരമായ പൊളിറ്റിക്കലി പിന്നെ ബുദ്ധിജീവികളും ഒക്കെ ഉള്ള ആൾക്കാരാണ്. അവരെ ഒന്ന് വണങ്ങണം, ചുമ്മാ ഹായ് എന്ന് പറയരുത്. അതൊക്കെ ചെയ്തോണം. അപ്പൊ ഇങ്ങനെ കയറിയിട്ട് ഇവരുടെയൊക്കെ കാല് തൊട്ട് തൊഴും. EMSന്റെ കാല് തൊട്ട് തൊഴുവും. ജനം ആർത്തിരമ്പി. നയനാരുടെ കാല് തൊട്ട് തൊഴുതു, ആർത്തിരമ്പി ജനം. അതുപോലെ ജ്യോതി ബാസുവിന്റെ ജനങ്ങൾക്ക് ഇത് മതി. ചന്ദ്രബാബു നായിഡു കൺവീനറാണ് ദേശീയ മുന്നണിയുടെ, അദ്ദേഹം കാല് തൊട്ട് തൊഴുന്നു. അതോടുകൂടി ആൾക്കാർക്ക് പിന്നെ ആൾക്കാർ ഇത് കേട്ടിട്ടേ മതി. അപ്പോഴാണ് പുള്ളി ശ്രീനാരായണ ഗുരു, മന്നത്ത് പത്മനാഭൻ, അയ്യൻകാളി എല്ലാവരുടെയും പേരൊക്കെ വായിച്ച് ഞാനൊരു 10 പ്രാവശ്യം പഠിപ്പിച്ചു. അയ്യൻകാളിയൊക്കെ അയ്യൻകോളി എന്നൊക്കെ വായിച്ചേക്കരുത്, അയ്യൻകാളി എന്നൊക്കെ ശരിക്കും അവിടെ മന്നത്ത് പത്മനാഭൻ. എന്നിട്ട് അവിടെ ചെന്നിട്ട് മന്നത്ത് പത്മനാഭൻ വായിച്ചു, പോട്ടെ. എന്നാലും പുള്ളി ഇത് വായിച്ചു. ഭയങ്കര നിർത്താത്ത കയ്യടിയായിരുന്നു. ഈ പുള്ളിക്ക് ഭയങ്കര ഇമ്പ്രഷനായി. ഇംഗ്ലീഷ് സ്പീച്ചും ഒക്കെ ഇഷ്ടപ്പെട്ടു. കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് അപ്പോൾ അവിടെ ഇതെല്ലാം കഴിഞ്ഞിട്ട് അപ്പോൾ എനിക്ക് അമ്മയെ പോയി കാണണമെന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് എനിക്ക് കൊച്ചിയിലേക്കുള്ള ടിക്കറ്റ് എടുത്തു വന്നു സെക്രട്ടറി. എന്നിട്ട് അവിടെ നിന്ന് പതുക്കെ വന്നാൽ മതി, പിന്നെ ഹൈദരാബാദിലേക്കുള്ള ടിക്കറ്റ് വന്നു. അപ്പോൾ ഇയാൾ പറയാ, കൊച്ചിയിലേക്കൊന്നും പോകണ്ട, വിൽ ഗോ ബാക്ക് ഹൈദരാബാദ്, എനിക്ക് തന്നെ കൊണ്ടൊരു ജോലിയുണ്ട്. ശരി എന്ന് പറഞ്ഞാൽ ആ ടിക്കറ്റ് ക്യാൻസൽ ആയി. ഹൈദരാബാദിലേക്ക് ഇവരുടെ കൂടെ തന്നെ ഞാൻ പോരുകയും ചെയ്തു. അമ്മയ്ക്ക് ഞാൻ ഫോൺ ചെയ്ത് പറഞ്ഞു, അമ്മ ഞാൻ പിന്നെ എത്തിക്കോളാം. നീ വരാമെന്ന് പറഞ്ഞിട്ട് എന്ത് പറ്റി? ഞാൻ പറഞ്ഞു, പിന്നെ വരാമേ, ഞാൻ CMന്റെ കൂടെ തന്നെ പോവുകയാണ് എന്ന് പറഞ്ഞു. നീ CMനെ കണ്ടപ്പോൾ എല്ലാം മറന്നില്ലെന്നൊക്കെ ചോദിച്ചു. അങ്ങനെ ഞങ്ങൾ തിരിച്ചു വന്ന് ബീഗംപേട്ട എയർപോർട്ടിൽ ഇറങ്ങുമ്പോൾ പുള്ളി ഇറങ്ങി പോകാൻ നേരത്തെ എന്നോട്, ബീഗംപേട്ട എയർപോർട്ടിൽ ഇറങ്ങി പുള്ളി പോകാൻ നേരത്തെ എന്നോട് പറഞ്ഞു, Chandrammohan, tomorrow you come and see me. You are joining my office as PR. You already decided. Plainly I think you have decided. Sir, I am working in AP Times newsletter. That paper is going to close down, man. I am telling you. That paper is going to close down. You resign. You resign the job. How much you are getting? I will give more. Okay? Money. Okay? You will get car. You will get all facilities. Right? അപ്പോൾ ഞാൻ പിറ്റേ ദിവസം അദ്ദേഹത്തിൻ്റെ ഓഫീസിലെത്തുന്നു. അപ്പോൾ എന്നോട് പറയുന്നു, ഇങ്ങനെ PR ആയിട്ട് ജോയിൻ ചെയ്യണം. ഞാൻ പറഞ്ഞു, ഞാൻ വൈഫിനോട് ചോദിച്ചപ്പോൾ ശരി നോക്കാം. അപ്പോൾ ഞാൻ ഓഫീസിൽ ചെന്നു. വീണ്ടും മുഖ്യമന്ത്രി കണ്ടു. അദ്ദേഹം പറഞ്ഞു, എന്താണ് തീരുമാനം? തീരുമാനം സാർ, പക്ഷേ എനിക്ക് ഇപ്പോൾ ഇത്രയും ശമ്പളം കിട്ടുന്നുണ്ട്. അതല്ല, ശമ്പളത്തിൻ്റെ കാര്യം ഇരിക്കട്ടെ, അതൊക്കെ നമുക്ക് നോക്കാം. പക്ഷേ അവിടുത്തെ ജോലി രാജിവെക്കണം. അതിൻ്റെ പിന്നെ അക്സെപ്റ്റൻസ് ഓർഡർ കിട്ടണം, റിലീവ് ഓർഡർ കിട്ടണം. അതുകൊണ്ടൊക്കെ ഓഫീസിൽ കൊടുക്കണം. എനിവേ നാളെ മുതൽ ജോയിൻ ചെയ്തോളൂ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്തൊക്കെയാണ് എൻ്റെ ജോലി? അതെല്ലാം സെക്രട്ടറി പറഞ്ഞു തരും എന്തൊക്കെയാണ്. അങ്ങനെ ഞാൻ അന്ന് പ്രിൻസിപ്പൽ സെക്രട്ടറി SV പ്രസാദ് സാറിനെ പോയി കാണുന്നു. അദ്ദേഹം പറഞ്ഞു തന്നു, CMൽ ഒരു ദിവസം 4-5 മീറ്റിങ്ങുകളാണ് പുറത്ത്. അതിൻ്റെ ഓരോ സബ്ജക്റ്റിനെ കുറിച്ചായിരിക്കും. പല കോൺഫറൻസ്, ഇന്റർനാഷണൽ, നാഷണൽ കോൺഫറൻസ് എല്ലാം കാണും. ഹൈദരാബാദിൽ തന്നെ പല കോൺഫറൻസ്. അതിൻ്റെയൊക്കെ സ്പീച്ചുകൾ, ഇംഗ്ലീഷിലുള്ള സ്പീച്ചുകളായിരുന്നു. ഒരു 8 പേജ് 7 പേജൊക്കെ കാണും. ഒരു ദിവസം ഓൺ ആവറേജ് അന്ന് 3-4 മീറ്റിങ്ങുകളാണ്. അപ്പോൾ അതിൻ്റെ മുഴുവൻ വരും. അപ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മെറ്റീരിയൽ നമ്മൾ കളക്ട് ചെയ്യണം തലേ ദിവസം. ഇപ്പോൾ ഉദാഹരണത്തിന് മൈക്രോബയോളജിയുടെ കോൺഫറൻസാണ്, അല്ലെങ്കിൽ നെഫ്രോളജിയുടെ കോൺഫറൻസാണ്. അപ്പോൾ അതിനെപ്പറ്റിയുള്ള ബാക്ക്ഗ്രൗണ്ട് മെറ്റീരിയൽ മുഴുവൻ കളക്ട് ചെയ്യുക, എന്നിട്ട് അത് മുഴുവൻ പഠിക്കുക. എന്നിട്ട് ആന്ധ്രാപ്രദേശ് എന്തൊക്കെ ചെയ്തു, എന്തൊക്കെ ചെയ്യും, അതെല്ലാം നമ്മൾ നോക്കണം. അതൊക്കെ സെക്രട്ടറിയോട് ചോദിക്കണം. ഇതെല്ലാം കൂടെ ചേർത്ത് ഒരു സ്പീച്ച് തയ്യാറാണ്. അതുകൂടാതെ
ഇത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഓരോ റിവ്യൂ മീറ്റിംഗ് കഴിയുമ്പോഴും അല്ലെങ്കിൽ ജനറൽ മീറ്റിംഗ് കഴിയുമ്പോഴും പ്രസ് റിലീസ് നമ്മൾ കൊടുക്കും. CM ഓഫീസിൽ നിന്നുള്ള പ്രസ് റിലീസ് അത് നമ്മൾ മുഴുവൻ തയ്യാറാക്കണം. അതുപോലെ ഓരോ വ്യക്തികൾക്കും സംഘടനകൾക്കും മെസ്സേജ് കൊടുക്കും, CM മെസ്സേജ് മരിച്ചു കഴിഞ്ഞാൽ. അതുപോലെ തന്നെ ഓരോരുത്തരും മരിക്കുമ്പോൾ ഇന്റർനാഷണൽ ഫിഗർ മുതൽ ലോക്കൽ ലീഡേഴ്സ് വരെ മരിക്കുമ്പോൾ അതിൻ്റെ മെസ്സേജ്. ഇങ്ങനെ വിവിധപരമായ ജോലികളാണ്. അതുപോലെ നമ്മുടെ ബാക്കിയുള്ള പൊതുസമ്പർക്ക പരിപാടികൾ. അതുപോലെ റിവ്യൂ മീറ്റിങ്ങിൽ ഇദ്ദേഹം CM പങ്കെടുത്ത റിവ്യൂ മീറ്റിങ്ങിൽ ഇദ്ദേഹം CM പറയുന്ന അഭിപ്രായങ്ങൾ അദ്ദേഹം അവിടെ വെച്ച് തന്നെ അഭിപ്രായങ്ങളൊക്കെ പറയും. ഇപ്പോൾ കൊറോണയെ പറ്റിയുള്ള മീറ്റിങ്ങിൽ ആ കൊറോണയുടെ മീറ്റിങ്ങിൻ്റെ ഒഫീഷ്യൽസ് മുഴുവൻ ഇരിക്കുമ്പോൾ CM എന്തൊക്കെ പറഞ്ഞു, CM എന്തൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞു, എന്തൊക്കെ നടപടികൾ എടുക്കുമെന്ന് പറഞ്ഞാൽ അത് മുഴുവൻ നമ്മൾ നോട്ട് ചെയ്തിട്ട് ആ മീറ്റിംഗ് കഴിഞ്ഞ് ഉടനെ പോയി അത് ടൈപ്പ് ചെയ്ത് പ്രസ് റിലീസായിട്ട് നമ്മൾ CM വേണമെന്ന് കാണിക്കണം. ചില ഇമ്പോർട്ടൻ്റ് കാണിക്കണം. പറയും ഓക്കെ റൈറ്റ് കൊടുത്തേക്കണം. അത് നമ്മൾ റിലീസ് ചെയ്യണം. ഇങ്ങനെ ഒരുപാട് ബന്ധപ്പെട്ട പരിപാടികളാണ്. ഇതൊക്കെയായിരുന്നു എൻ്റെ ജോലികൾ. ഇതൊക്കെ ചെയ്തു. പക്ഷെ അതിനെക്കുറിച്ച് വേറൊരു കാര്യം പറയേണ്ടത്, ഇതൊക്കെ സാധാരണ എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ ഈ ചന്ദ്രബാബു നായിഡുവിൻ്റെ 2 ടേം കഴിഞ്ഞ് അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ തോക്കുന്നു. അത് കഴിഞ്ഞ് YS രാജശേഖര റെഡ്ഡി ജയിക്കുന്നു, അദ്ദേഹം വരുന്നു. അപ്പോൾ CM ഓഫീസിലുള്ള എല്ലാവരും മാറുന്നു. അതാണ് അതിൻ്റെ രീതി. അതാണ് CM മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിലുള്ള എല്ലാവരും മാറണം, ഓട്ടോമാറ്റിക്കാണ്. അപ്പോൾ മാറുന്നു, ഞാനും മാറുന്നു. അപ്പോൾ പിറ്റേ ദിവസം YS രാജശേഖര റെഡ്ഡി ചാർജ് എടുത്ത ഉടനെ എന്നെ വിളിക്കുന്നു. എന്നിട്ട് ഉടനെ എല്ലാവരും പേഴ്സണൽ സ്റ്റാഫ് മാറിക്കാണും. താനും മാറിയെന്ന് ചോദിച്ചു. ഞാൻ മാറി സാറെന്ന് പറഞ്ഞു. തനിക്ക് മാറേണ്ട ആവശ്യമില്ല, യു ക്യാൻ കണ്ടിന്യൂ, ഐ വാണ്ട് യു ടു ബി ഹിയർ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പോൾ ഞാനൊന്നും വേണ്ടിയില്ല. യു ഹാവ് ഗോട്ട് എനി പേഴ്സണൽ ഇൻട്രസ്റ്റ് ഇൻ TDP? നോ സർ. യു ഹാവ് നോ പൊളിറ്റിക്സ്? നോ സർ. യു ഹാവ് നോ പേഴ്സണൽ റാപ്പോർട്ട് വിത്ത് Chandrababu Naidu? No. You want to ask him? I think I will ask him, sir. Okay, you go and ask him. അപ്പോൾ പിറ്റേ ദിവസം ഞാൻ പോയി. നമുക്കൊരു മര്യാദ ഉണ്ടല്ലോ. ഞാൻ ചന്ദ്രബാബു നായിഡുവിനെ പോയി കണ്ടു. എന്നോട് പറഞ്ഞു, ഞാൻ പറഞ്ഞു സാർ ഇങ്ങനെ YSR പുതിയ CM എന്നോട് ജോയിൻ ചെയ്യാൻ പറഞ്ഞു PRO ആയിട്ട്. ഞെട്ടിപ്പോയി. കാരണം അങ്ങനെ ഒരു സംഭവം ഉണ്ടാവാത്ത. പെട്ടെന്ന് പുള്ളിയായിട്ട് ഷോക്കായി. വാണ്ട് ടു ജോയിൻ? ഞാൻ പറഞ്ഞു, if I go back to my journalism, I don't know whether I will get a job or if I get a job. That I will see. But anyway, if you are interested, you continue. What is it? You can continue. You are happy in CM office, you continue. പക്ഷെ അത്ര രസത്തോടു കൂടിയല്ല പറഞ്ഞത്. എങ്കിലും ഒരു സമ്മതമില്ലാതെ സമ്മതിച്ചു. അങ്ങനെ ഞാൻ ഓർത്തു നമുക്ക് ആരോടും കടപ്പാടില്ല. ഞാൻ വന്നു, അദ്ദേഹം ചോദിച്ചതല്ലേ. ഞാൻ YSന്റെ കൂടെ ചേർന്നു. അങ്ങനെ അദ്ദേഹം മരിക്കുന്നു. അത് കഴിഞ്ഞ് റോസയ്യ പിന്നെ ഓട്ടോമാറ്റിക്കലി വിളിച്ചിട്ട് പറഞ്ഞു താൻ പോകണം, ക്വസ്റ്റ്യനേ ഇല്ല, ബിക്കോസ് ഐ വിൽ ബി ഹാൻഡിക്യാപ്ഡ് എന്ന് അദ്ദേഹത്തിൻ്റെ കൂടെ. അത് കഴിഞ്ഞ് കിരൺകുമാർ റെഡ്ഡി. അത് കഴിഞ്ഞ് ആണ് വിഭജനം കഴിഞ്ഞ് KCR വന്ന് അദ്ദേഹത്തെ പോയി കണ്ടു. ഞാൻ അങ്ങനെ കുറച്ച് നാളിങ്ങനെ ഒരു കൺസൾട്ടൻസി ഒക്കെ മാറി നടന്നു. അത് കഴിഞ്ഞപ്പോൾ KCR ഓഫീസിൽ വരുന്നില്ല. വാസ്തു കാര്യങ്ങളോ എന്ത് കാര്യങ്ങളുകൊണ്ടാണെങ്കിലും സെക്രട്ടേറിയറ്റ് വരാതെയായി. പിന്നെ നമുക്കും അതിനകത്ത് വലിയ താല്പര്യമില്ലാതെ ഞാൻ പിന്നെ മാതൃഭൂമിയിലേക്ക് തന്നെ ഫുൾ ഫ്ലഡ്ജിലായിട്ട് മാതൃഭൂമി ബ്യൂറോ തുടങ്ങി. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് പോകുന്നു, മാതൃഭൂമിയിലേക്ക് പോകുന്നു. അപ്പോൾ പിന്നെ റിഞ്ചു എന്ന് പറഞ്ഞ CK റിഞ്ചു എന്ന് ഞങ്ങൾക്കൊരു റിപ്പോർട്ടറും കൂടെ ഉണ്ടായിരുന്നു. അയാളും കൂടി ഞാനും അയാളും കൂടി പകുതി ഉത്തരവാദിത്തങ്ങളായിട്ട് ഞങ്ങളവിടെ കണ്ടിന്യൂ ചെയ്തു. അപ്പോൾ മാതൃഭൂമി ഓഫീസ് തുറന്നു. ഇവിടെ ചാനലൊക്കെ തുടങ്ങിയിട്ട് ഓൺലൈൻ പേപ്പറൊക്കെ ഉണ്ടായിരുന്നപ്പോൾ ഞങ്ങൾ തുറന്നു. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ റിഞ്ചു ട്രാൻസ്ഫറായി മംഗലാപുരത്തേക്ക് പോയി. പിന്നെ ഞാൻ ഒറ്റയ്ക്കായി. ഇപ്പോൾ ഞാൻ ഒറ്റയ്ക്കായിട്ട് ഞാൻ കണ്ടിന്യൂ ചെയ്യുകയാണ്. അങ്ങനെ എന്താ പറയുന്നത്, ഒരു സംഭവ ബഹുലമായ 17 വർഷം 4 മുഖ്യമന്ത്രിമാരുടെ കൂടെ ചെലവഴിച്ചു. അതിനുള്ളിൽ പല എന്താ പറയുന്നത് പല സംഭവങ്ങളും, മറക്കാനാവാത്ത സംഭവങ്ങൾ ഒരുപാടുണ്ട്. അതൊക്കെ ഞാനൊരു പുസ്തക രൂപേണ എഴുതണമെന്ന് ഉദ്ദേശിച്ച് കാലങ്ങൾ കുറേയായി ഇപ്പോൾ. പക്ഷേ എൻ്റെ ഇപ്പോഴത്തെ ജോലിയുടെ തിരക്കും പിന്നെ അലസതയും ഇത് രണ്ടും കൊണ്ട് പിന്നെ എഴുതാൻ എൻ്റെ ഫോർമാറ്റൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതൊരു പുസ്തക രൂപത്തിലാക്കാൻ സാധിച്ചിട്ടില്ല. അത് ഉടനെ ആക്കണമെന്ന് പ്രതീക്ഷിക്കുന്നു. അത് ഞാൻ ആദ്യമൊക്കെ അതിൻ്റെ ടൈറ്റിൽ തന്നെ എഴുതിക്കുന്ന 4 മുഖ്യമന്ത്രിമാരുടെ കൂടെ എന്നൊക്കെ ഉള്ള ഒരു ഇതാണ്. അതെല്ലാം വായനക്കാർക്ക് ഏറ്റവും താല്പര്യമുള്ള കാര്യമായിരിക്കും. പക്ഷെ ഒന്നും ആയിട്ടില്ല ഇതുവരെ. അതിനെപ്പറ്റി നടന്നുകൊണ്ടിരിക്കുന്നു. ഇതാണ് എൻ്റെ PRO ആയിട്ടുള്ള പ്രവർത്തന രംഗം. അതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്, പല ഇൻട്രസ്റ്റ്. അത് ചെറിയ ഒരു കാര്യം കൂടെ പറഞ്ഞ് നമുക്ക് നിർത്താം. അതായത് ഒരു ദിവസം ഞാൻ പിന്നെ ചന്ദ്രബാബു നായിഡുവിൻ്റെ കൂടെ ഞങ്ങൾ മെഹബൂബ് നഗറിലേക്ക് ജന്മഭൂമി പ്രോഗ്രാമിന് പോവുകയാണ്. അപ്പോൾ ഏകദേശം നമ്മുടെ ശംഷാബാദിൻ്റെ അടുത്ത് ചെന്നപ്പോൾ എന്നോട്, അപ്പോൾ ഞാനും CMൻ്റെ ബസ്സിൽ തന്നെയാണ്. അത് ജന്മഭൂമി ബസ്സാണ്.
ഇപ്പോൾ CM മുമ്പിലിരിക്കുന്നു, ഞങ്ങൾ പുറകിലെ മുഴുവൻ ജേർണലിസ്റ്റുകളാണ്, പത്രപ്രവർത്തകരാണ് മുഴുവൻ. അപ്പോൾ എന്നോട് പറഞ്ഞു ബസ് നിർത്താൻ പോകും. CM ഡ്രൈവറോട് ബസ് നിർത്താൻ പോകും. നിർത്തിയിട്ട് എന്നോട് പറഞ്ഞു അവരോട് ഇറങ്ങാൻ പറയാൻ പറഞ്ഞു. എല്ലാവരും ഇറങ്ങി, CM ഇറങ്ങി, ചന്ദ്രബാബു നായിഡു ഇറങ്ങിയിട്ട് പറഞ്ഞു. അപ്പോൾ അവിടെ ഒരു വലിയ ഗയം കാണാം, ഇങ്ങനെ ഒരു കുഴിൻ്റെ അസാമാന്യ കുഴിയാണ്, ഇങ്ങനെ എന്താണ് ഗർത്തം എന്നൊക്കെ പറയില്ലേ. എന്നിട്ട് പറഞ്ഞു ഞാൻ ഗർത്തം കണ്ടുവന്ന് ഇവരോട് ചോദിച്ചു, പത്രപ്രവർത്തകരോട്. കണ്ടെന്ന് ഭയങ്കര ഗർത്ത, 1000കണക്കിന് ഏക്കറുണ്ട്. ഇവിടെയാണ് നമ്മുടെ എയർപോർട്ട് വരാൻ പോകുന്നത്, ഇന്റർനാഷണൽ എയർപോർട്ട് വരാൻ പോകുന്നത് ഇവിടെയാണ്. ഇവര് ഒരു ഭയങ്കര നിശബ്ദതയാണ്. അതല്ല രസം, അതല്ല. ഇത് കഴിഞ്ഞ് വീണ്ടും ബസ്സിൽ കയറിയില്ലായിരുന്നു. എല്ലാവരും കൂടി ഈ പത്രപ്രവർത്തകർ എന്നെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു ഞങ്ങൾ ഓർത്തത് നിനക്ക് മാത്രമേ ഉള്ളൂ ഭ്രാന്തെന്ന്, പക്ഷെ നിന്റെ CMനാണ് ഏറ്റവും കൂടുതൽ ഭ്രാന്ത്, ഇയാൾക്ക് വട്ട പറഞ്ഞു. കാരണം എന്താണ് ഇയാൾ പറയുന്നത്, ഇതിനകത്ത് എയർപോർട്ട് എന്ത് സംഭവം. പക്ഷെ ആ സ്ഥലത്താണ് ഇപ്പൊ നമ്മുടെ എയർപോർട്ട് ഇരിക്കുന്നത്. 5000 അന്ന് 3900 ഏക്കറായിരുന്നു, 4000 മറ്റേ ആയി. അത് പിന്നെയും കുറച്ചും കൂടെ കൊടുത്തു. ആ സംഭവത്താണ് ഇപ്പോൾ എയർപോർട്ട് ഇരിക്കുന്നത്. ഇനി വേണമെങ്കിൽ ഒരു 2-3 മടങ്ങും കൂടി അത് വികസിപ്പിക്കാം. ആ സ്ഥലത്താണ് ചൈനീസ് തൊഴിലാളികളും മലേഷ്യയിലും എല്ലാവരും കൂടെ ചേർന്ന് അത് മുഴുവൻ നികത്തി ഇത്രയും വലിയ ഇന്റർനാഷണൽ എയർപോർട്ട് വന്നു. അതിൻ്റെ അതെന്താ ഞാനിപ്പോൾ അറിയാൻ കാരണം വെച്ചാൽ ഭാവനാശാലിയായ ഒരു ഭരണാധികാരിക്ക് എന്തും സാധിച്ചെടുക്കാം എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണവും കൂടിയാണിത്. കാരണം അതൊന്നും നമുക്ക് ചിന്തിക്കാനേ പറ്റാത്ത ഒരു സംഭവമാണ്. അന്ന് ഇത് കാണുമ്പോൾ സത്യത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ സ്ഥലത്താണ് ഈ ഇന്റർനാഷണൽ എയർപോർട്ട് വന്നിരിക്കുന്നത്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ ഒരു കറുത്ത അധ്യായമാണ് 1975 പ്രഖ്യാപിച്ച എമർജൻസി കാലനിരപ്പ്. അതിനുശേഷം എമർജൻസി പിൻവലിച്ചതിന് ശേഷം വന്ന തെരഞ്ഞെടുപ്പിൽ വലിയ രാഷ്ട്രീയ മാറ്റങ്ങൾ ദേശീയ തലത്തിൽ തന്നെ ഉണ്ടായി. എല്ലാ സംസ്ഥാനങ്ങളിലും ഉണ്ടായി വലിയ രാഷ്ട്രീയം. ആ കാലത്തെ നമ്മൾ ഒരു കറുത്ത ഏടായിട്ടാണ് ഇന്ത്യൻ ചരിത്രം കാണുന്നത്. അത് ആ സമയത്ത് സാറേ ഈ ഇന്ത്യയിലെ ഹൈദരാബാദിൽ എങ്ങനെയായിരുന്നു അടിയന്തരാവസ്ഥ കാലത്ത്? പത്രപ്രവർത്തനത്തിലുള്ള ആളായിരുന്നു. പത്രപ്രവർത്തന രംഗത്ത് എനിക്ക് മറക്കാനാവാത്ത ഓർമ്മകളുണ്ടായ ഒരു സംഭവമാണ് ഈ അടിയന്തരാവസ്ഥ. അപ്പോൾ ഞാനന്ന് ഡെക്കൻ ക്രോണിക്കിളിൽ സബ് എഡിറ്ററായിട്ട് ജോലി ചെയ്യണം. പെട്ടെന്നായിരുന്നു ഈ സംഭവം. ഞങ്ങളൊക്കെ ഒരുവിധമൊക്കെ ചില റെസ്ട്രിക്ഷൻസ് ഒക്കെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ പെട്ടെന്ന് ഇങ്ങനെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കും എന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല. അപ്പോൾ ഈ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചപ്പോൾ ഭാഗ്യത്തിന് അന്ന് ഈ കേരളത്തിലെ മാതിരി ഇവിടെ ഒരു ഗുണം ഉണ്ടായിരുന്നു വെച്ചാൽ ഇവിടെ വെങ്കൽ റാവു എന്ന് പറയുന്ന ആളായിരുന്നു മുഖ്യമന്ത്രി. അദ്ദേഹം കോൺഗ്രസ്സുകാരനാണ്, ഇന്ദിരാഗാന്ധിയുടെ കോൺഗ്രസ്സുകാരനാണെങ്കിൽ തന്നെയും അദ്ദേഹത്തിന് കുറച്ച് മാനുഷിക മൂല്യങ്ങളൊക്കെ വില കൊടുക്കുന്ന ഒരാളായതുകൊണ്ട് അത്രയ്ക്കൊരു എന്താ പറയുന്ന ഒരു ഭയങ്കരമായ ഒരു അടിച്ചേൽപ്പിക്കലൊന്നും ഉണ്ടായിട്ടില്ല. എങ്കിൽ തന്നെയും ഒരു ഈ പത്രമാധ്യമങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്കുണ്ടായിരുന്ന ഒരു പ്രശ്നം, അന്ന് രാത്രി മുതൽ ഓരോ പേജും സെൻസർ ഓഫീസറെ കാണിക്കണം. അപ്പൊ സെൻസറിങ് ഓഫീസർ ഞങ്ങളുടെ ഓഫീസിൽ നിന്ന് ഇരിക്കും. അദ്ദേഹം വന്നിരുന്നിട്ട് അയാൾ അതിപ്പോൾ ചില ദിവസം മാറിക്കൊണ്ടിരിക്കും. ചിലപ്പോൾ വന്നിട്ട് ഓരോ പേജും ഓരോ ന്യൂസും നോക്കി അടി സൈൻ ചെയ്ത് തരും. എന്നിട്ട് ആ പേജ് നമുക്ക് റിലീസ് ചെയ്യാൻ പറ്റും. അത് ആദ്യത്തെ ഫസ്റ്റ് പേജ് ഉൾപ്പെടെ അദ്ദേഹം കാണും. അപ്പം അതിനകത്ത് ഈ അടിയന്തരാവസ്ഥയ്ക്ക് എതിരായ അല്ലെങ്കിൽ ഗവൺമെന്റിനെതിരായ എന്തെങ്കിലും ന്യൂസ് ഉണ്ടെങ്കിൽ അപ്പം തന്നെ അത് വെട്ടിക്കളയും. എന്നാൽ നമ്മളതിന് പകരം വേറെ ന്യൂസ് ഇടേണ്ടി വരും. അങ്ങനെ ഒന്ന്. 2, എഡിറ്റോറിയൽ. നമ്മൾ എഡിറ്റോറിയൽ എഴുതുമ്പോൾ തീർച്ചയായിട്ടും ഈ എഡിറ്റോറിയൽ എഴുതുമ്പോൾ നമുക്ക് ഇതിനെതിരായിട്ട് എഴുതാൻ പറ്റും. അതവർ സമ്മതിക്കില്ല. അപ്പം ഞങ്ങളുടെ ഡെക്കൻ ക്രോണിക്കിൾ അന്നത്തെ അടിയന്തരാവസ്ഥ പിറ്റേ ദിവസം വന്നത് ഈ എഡിറ്റോറിയൽ കോളം ബ്ലാങ്ക് ആയിട്ട്. അത് അടിയന്തരാവസ്ഥയ്ക്ക് എതിരായിട്ട് എഴുതുന്നേക്കാളും പ്രയോജനം ചെയ്തു. കാരണം അത് ബ്ലാങ്ക് ആയിട്ട് വന്നു. അതിന്റെ അർത്ഥം തന്നെ എല്ലാവർക്കും മനസ്സിലായി. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു എന്നുള്ളത് വന്നു, പേപ്പറിൽ ബ്ലാങ്ക്. അതായത് ഞങ്ങൾക്ക് വോയിസ് ഇല്ല എന്നുള്ളത്. പിന്നെ എല്ലാ ദിവസവും ഇതിനകത്ത് സൈൻ ചെയ്യണം ഈ ഓരോ പേജിലും. എന്നിട്ട് അതിന്റെ പിറ്റേ ദിവസത്തെ എഡിറ്റോറിയലിൽ ഇതിനെ വളരെ നിശിതമായി വിമർശിച്ചുകൊണ്ട് അന്നത്തെ ഞങ്ങളുടെ എഡിറ്റോറിയൽ റൈറ്റർ ആയിരുന്ന ഗോരാ ശാസ്ത്രി എന്ന് പറയുന്ന എഡിറ്റർ എഴുതി. ആന്ധ്രഭൂമിയുടെ എഡിറ്ററും നമ്മളുടെ എഡിറ്റോറിയൽ റൈറ്ററുമാണ്. അദ്ദേഹം അത് എഴുതി വിമർശിച്ചുകൊണ്ട് അത് വന്നു. അത് എങ്ങനെയോ അത് കടന്നുകൂടി പേപ്പറിൽ, ഈ എഡിറ്റോറിയൽ. അത് ഒരു കാമഫ്ലോജായിട്ട് പുള്ളി എഴുതിയത്. പക്ഷെ അത് വന്നുകൂടി. അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യാൻ ഓർഡറായി. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാനായിട്ട് ആൾക്കാർ വന്നപ്പോഴത്തേക്കും വയസ്സായ ആളാണ് അദ്ദേഹത്തെ. അപ്പം ഞങ്ങളുടെ
മുതലാളികളും അതിൻ്റെ ഉടമസ്ഥരെല്ലാം കൂടെ പറഞ്ഞു അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത ഞങ്ങളെല്ലാം ഉത്തരവാദികൾ, ഞങ്ങളെല്ലാം പറഞ്ഞു അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു, കൊണ്ടുപോയി. അപ്പം തന്നെ വൈകുന്നേരമായപ്പോൾ വിട്ടു. പെട്ടെന്നിട്ട് ഒരു വാണിങ്ങോട് കൂടി വിട്ടു, ഇനി മുതൽ ഇങ്ങനെയൊന്നും എഴുതരുത് എന്ന് പറഞ്ഞു. അന്നത്തോടുകൂടി അത് നിർത്തി. എങ്കിലും അപ്പോഴത്തെ പ്രശ്നം വെച്ചാൽ നമുക്ക് ഓരോ വാർത്ത എഴുതുമ്പോഴും ഇത് അതിന് കിടക്കരുത്, ഗവൺമെന്റിനെതിരാവരുത്, അടിയന്തരാവസ്ഥയുടെ പ്രഖ്യാപിത നയങ്ങൾക്കെതിരാവരുത്, എതിരായി കഴിഞ്ഞാൽ അപ്പം അത് വെട്ടിക്കളയും. കാരണം നമ്മൾ വേറെ ന്യൂസ് ആയിട്ടുണ്ട്, അപ്പം നമുക്ക് പേജ് ലേറ്റ് ആവും. അപ്പം അതിനേക്കാളും ഭേദം ഈ ഒഴുക്കിന് അനുകൂലമായിട്ട് ഒഴുക്കിൻ്റെ കൂടെ അങ്ങ് നീന്തുക എന്നുള്ള ഒരു രീതിയിൽ അങ്ങ് നീന്തിക്കൊണ്ടു. പക്ഷെ ഒരു പത്രപ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു പത്രപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയൊരു കഷ്ടമായ കാര്യം. ഞങ്ങളുടെ എഡിറ്റർക്കൊക്കെ ഭയങ്കര പ്രശ്നമായിരുന്നു. കാരണം എന്ത് കൊടുക്കണം എന്ത് കൊടുക്കണ്ടെന്ന് അറിയാത്ത ഒരു സ്ഥിതി. പക്ഷേ ഹൈദരാബാദിൽ അന്ന് ഇതിന്റെ ആഘാതം അത്ര കേട്ടില്ല. കാരണം ഈ വെങ്കട്ടറാവു എന്ന് പറയുന്ന ചീഫ് മിനിസ്റ്റർ വളരെ പ്രാക്ടിക്കലായ ഒരു മുഖ്യമന്ത്രിയായിരുന്നു. അദ്ദേഹം ഇതിന്റെ എന്താ പറയുന്നത്, അതിന്റെ ഒരു മറുവശം അങ്ങനെ അടിച്ചേൽപ്പിക്കാനോ ഒന്നും പോയില്ല. അതിന്റെ ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ ഉണ്ടായി. അതായത് ഓഫീസുകളിൽ ഒരുവിധം അതിന്റെ ഗുണങ്ങളും ഉണ്ടായി. ഓഫീസിൽ ടൈമിനെത്തണം, ഓഫീസിൽ ടൈമിനെ പോകാൻ പറ്റൂ, അങ്ങനെയുള്ള കാര്യങ്ങൾ അത്രയ്ക്കേ ഉള്ളൂ. അല്ലാണ്ട് അതിന് വലിയൊരു സംഭവങ്ങളുണ്ടായില്ല. മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും ഇതൊരു ഇഷ്യൂ ആയിരുന്നു. അതുപോലെ 1980-കളിലെ ആന്ധ്രാപ്രദേശിൽ വലിയ രാഷ്ട്രീയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. NT രാമാറാവ് ഒരു പാർട്ടി തുടങ്ങുന്നു, മുഖ്യമന്ത്രിയാവുന്നു. അതുപോലെ അന്ന് PWG പീപ്പിൾസ് പാർക്ക് ഗ്രൂപ്പ് ഫോം ചെയ്തിട്ട് ഇവിടെ അധികം നമ്മളിന്ന് പത്രങ്ങള് താങ്കളുടെ ആന്ധ്രാക്കത്തിൽ ഉണ്ടാകുന്ന അതിനെ കുറിച്ചാണ്. IAS തട്ടിക്കൊണ്ടുപോകുന്നു, അങ്ങനെയുള്ള പോലീസുകാരും IAS തമ്മിലുള്ള അവര് IPS IAS ഉള്ള വാക്കുകൾ, അത് ഈഗോ ക്ലാഷ്, അങ്ങനെയൊക്കെ ഒരുപാട് നമ്മൾക്ക് ഭയങ്കര കൗതുകമായിരുന്നു. 9 IAS തട്ടിക്കൊണ്ടുപോയി, പിന്നെ ആരോ മീഡിയേറ്റർ ആവുന്നു, അങ്ങനെ. അതായത് ആ സംഭവത്തിൽ എങ്ങനെയായിരുന്നു ഈ നാക്സലിസം ജനിച്ചതും പൊട്ടിപ്പുറപ്പെട്ടതൊക്കെ ഒറീസ, കൽക്കട്ട ആ സ്ഥലങ്ങളിലാണെങ്കിൽ തന്നെ, അതുപോലെ മധ്യപ്രദേശിലെ നക്സൽബാരി ചാമ്പൽ ഡിസ്ട്രിക്റ്റ് അവിടേക്കാണെങ്കിലും ഈ ആന്ധ്രാപ്രദേശിൽ പ്രത്യേകിച്ചും ആന്ധ്ര ഒറീസ ബോർഡറിൽ അത് ഭയങ്കരമായിട്ട് വളർന്നു വന്നു. ഈ കാരണം പിന്നെ തെലുങ്കാനയിൽ ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ജന്മിത്വം, അതായത് ഭൂസ്വാമികളെന്ന് പറയും. അവർ നൂറുകണക്കിന് ആയിരക്കണക്കിന് ഏക്കർ കൈവച്ചുകൊണ്ടിരുന്നുകൊണ്ട് ഈ പാവപ്പെട്ട കൂലിക്കാരെ എല്ലാം അടിച്ചമർത്തി അവരെയൊക്കെ ആക്രമിച്ച് അവരെയൊക്കെ അടിമകളാക്കി ജോലി ചെയ്യിപ്പിച്ചിരുന്ന ഒരു കാര്യമായിരുന്നു. അപ്പം അവരുടെയൊക്കെ സഹായത്തോട് അവരുടെയൊക്കെ ഈ ഒരു കാര്യമാണ് നാക്സലിസത്തിന് ഇത്രയും വളം വെച്ചു കൊടുക്കാൻ കാരണം. അങ്ങനെയാണ് നാക്സലിസം ഇവിടെ തഴച്ചു വളർന്നത്. അപ്പം അത് പീപ്പിൾസ് വാർ ഗ്രൂപ്പ് ഒരു സെപ്പറേറ്റ് അതിൻ്റെ ഒരു സെക്ഷനായിട്ട് മാറി വളർന്നു വരികയും കൊണ്ടപ്പള്ളി സീതാരാമയ്യ അവരൊക്കെ അതിൻ്റെ നേതൃത്വം ഏറ്റെടുക്കുകയും, വിജയവാഡയിലാണ് അദ്ദേഹം, ആന്ധ്രക്കാരനാണ് അദ്ദേഹം, അവരൊക്കെ അതിൻ്റെ നേതൃത്വം ഏറ്റെടുക്കുകയും ഇത് ഭയങ്കര ഒരു പ്രസ്ഥാനമായിട്ട് വളരുകയും ഒക്കെ ചെയ്തു. പക്ഷെ അത് കാലക്രമേണ അത് കുറേ നാൾ തെലങ്കാന ആന്ധ്രയിൽ നിന്നെങ്കിലും പതുക്കെ അത് ഒറീസ, കൽക്കട്ടയിലേക്ക് അത് മാറിപ്പോവുകയും ചെയ്തു. പക്ഷേ ഗവൺമെന്റിന് അതൊരു എന്നും ഒരു തലവേദനയായിരുന്നു. പോലീസ് സ്റ്റേഷനെ അറ്റാക്ക് ചെയ്യുക, IAS ഓഫീസർമാരെ തട്ടിക്കൊണ്ടുപോവുക എല്ലാം. പക്ഷേ ഇതിൻ്റെ ഒരു മാനുഷിക വശം കൂടിയുണ്ട്. കാരണം ഇതിൻ്റെ മാനുഷിക വശം ഇതാണ്. അതായത് പാവപ്പെട്ട തൊഴിലാളികളെയും ഈ കാർഷിക മേഖലയിൽ ജോലി എടുക്കുന്നവരെല്ലാം അടിച്ചമർത്തിക്കൊണ്ട് ഈ ഭൂമി, അത് കേരളത്തിലൊന്നും അത് എന്താ കാരണം ആലോചിക്കാനേ വേണ്ട. കാരണം കേരളത്തിൽ ഇപ്പോൾ 100 ചില്ലോന ഏക്കർ ഉള്ളവർ തന്നെ കുറവാണ്. ഇവിടെ 100 ചില്ലോന ഏക്കർ ഉള്ളവരേ ഉള്ളൂ. ഇന്നും അങ്ങനെയാണ്. ഇവിടുത്തെ ലാൻഡ് ലോഡ്സ് എന്ന് പറഞ്ഞാൽ 100, 500, ആയിരക്കണക്കിന് ഏക്കർ ഭൂമി കൃഷിയുള്ളവരാണ്. അവരുടെ ആൾക്കാരൊക്കെ അടിമയാക്കി ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്നു. ഇപ്പോഴാണ് അതിനൊക്കെ ഒരു മാറ്റം വന്നത്. അതുകൊണ്ടാണ് നാക്സലിസ്റ്റ് ഇവിടെ തഴിച്ചുവിടാൻ കാരണം പീപ്പിൾസ് വാർ ഗ്രൂപ്പ്. ചന്ദ്രമോഹൻ സാറ് മറ്റൊരു തരത്തിൽ വളരെ ആദരണീയനാണ് നമ്മുടെ മലയാളിയുടെ ഇടയിൽ. ഇന്ത്യൻ പ്രസിഡന്റിന്റെ ഒരു കമന്റേഷൻ ലെറ്റർ റിസീവ് ചെയ്ത ഏക പത്രപ്രവർത്തനം ചിലപ്പോൾ സാറായിരിക്കും എന്ന് തോന്നുന്നു. സാർ അതിനെ കുറിച്ച് എന്താണ്? അതെ, അത് നമ്മുടെ മലയാളിയായ നമുക്ക് എന്നും അഭിമാനിക്കാവുന്ന മലയാളികളുടെ പ്രിയങ്കരനായ രാഷ്ട്രപതി ശ്രീ KR നാരായണൻ. അദ്ദേഹം എൻ്റെ നാട്ടുകാരനാണ്, കോട്ടയം എന്ന് വെച്ചാൽ എൻ്റെ ജില്ലക്കാരനാണ്, ഉഴവൂര്. വളരെ കഷ്ടതകളും ബുദ്ധിമുട്ടുകളും അനുഭവിച്ചാണ് അദ്ദേഹത്തിൻ്റെ ബാല്യം. ഒരു ഷർട്ട് പോലും ഇടാനില്ലാതെ സ്കൂളിൽ പഠിച്ച ഒരു ബാല്യം. അദ്ദേഹത്തിൻ്റെ അമ്മ ഒരു വീട്ടിൽ ജോലി ചെയ്യായിരുന്നു വേലക്കാരിയായിട്ട്. അങ്ങനെയുള്ളൊരു ബാല്യം. അപ്പം അങ്ങനെ ഉള്ള ഒരാളാണ് രാഷ്ട്രപതി ഭവനിൽ എത്തിച്ചേർന്നത്. അപ്പോൾ എനിക്കിതിനകത്തൊരു വളരെ രസം തോന്നി. ഞാൻ നാട്ടിൽ ചെന്ന് ഈ ഉഴവൂര് പോയി അദ്ദേഹം പഠിച്ചിരുന്ന പ്രൈമറി സ്കൂളും
അങ്ങനെയുള്ള സ്കൂളുകൾ അതിൻ്റെ റെക്കോർഡ്, ഇയാളുടെ പേരെഴുതിയിരിക്കുന്നത് രാമൻ എന്ന് പറഞ്ഞ അച്ഛൻ്റെ പേര്, അദ്ദേഹത്തിൻ്റെ KR നാരായൺ, ഇതൊക്കെ ഞാൻ തപ്പി പിന്നെ ഹെഡ് മാസ്റ്ററെ കൊണ്ട് തപ്പിച്ചെടുത്ത് മുഴുവൻ ചെതറി പിടിച്ചത്, അതൊക്കെ ഫോട്ടോയൊക്കെ എടുത്ത് അതിൻ്റെ ഫോട്ടോയൊക്കെ എടുത്ത് എല്ലാം എടുത്ത് പിന്നെ അങ്ങനെ അത് മുഴുവൻ. അപ്പം ഇത് മുഴുവൻ ഇദ്ദേഹത്തെ ഫ്രം റാക്സ് ടു രാഷ്ട്രപതി ഭവൻ, ഫ്രം റാക്സ് ടു രാഷ്ട്രപതി ഭവൻ എന്ന് പറഞ്ഞ് ഒരു ഒന്നുമില്ലായ്മ ഒരു കുടിലിൽ നിന്നും രാഷ്ട്രപതി ഭവനിലേക്ക് എന്നുള്ള രീതിയിൽ ഒരു ആർട്ടിക്കിൾ, ഒരു സീരീസ് ഓഫ് ആർട്ടിക്കിൾ ഇദ്ദേഹത്തെ കുറിച്ച് എഴുതി ആന്ധ്രാപ്രദേശ് ടൈംസിൽ പ്രസിദ്ധീകരിച്ചു. എന്നിട്ട് ഇത് പ്രസിദ്ധീകരിച്ചു, ഞാൻ മറന്നു. പിന്നെ നമ്മുടെ അടുത്ത ജോലിയായി. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഇത് വായിച്ചിട്ട് പറഞ്ഞു, നീ ഇത് ഇത്രയ്ക്ക് എഴുതിയില്ല, എനിക്കിതൊന്ന് കട്ട് ചെയ്തിട്ട് ഇത് ഏതായാലും അങ്ങനെ വായിക്കാൻ പോകില്ല, അങ്ങനെ കൂടെ സമയം, അല്ല അദ്ദേഹത്തിൻ്റെ ഇത്രയും പേഴ്സണൽ കാര്യങ്ങൾ എഴുതിയ ആളല്ലേ, നീ ഇത് കട്ട് ചെയ്ത് ഒരു കവറിലിട്ട് ചുമ്മാ രാഷ്ട്രപതി ഭവൻ ടു ദി പ്രസിഡന്റ് രാഷ്ട്രപതി ഭവൻ അയച്ചു വായിക്കണമെന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു അതിനകത്തൊരു ശകലം താല്പര്യം തോന്നി. ഞാനിതെല്ലാം നീറ്റായിട്ട് കട്ട് ചെയ്തെടുത്ത് ഒരു കവറിലാക്കി, ഒരു അഡ്രസ്സും ചെയ്തില്ല. ഫ്രം CG ചന്ദ്രമോഹൻ, കറസ്പോണ്ടന്റ്, മാതൃഭൂമി, ഹൈദരാബാദ്, ഇത്ര എഴുതി, വേറെ ഒന്നും എഴുതില്ല. എഴുതി ഒരു കവറിനകത്ത് ഇട്ടിട്ട് ടു ശ്രീ KR നാരായണൻ, പ്രസിഡന്റ് ഓഫ് ഇന്ത്യ, രാഷ്ട്രപതി ഭവൻ, ന്യൂഡൽഹി. എനിക്ക് വേറെ ഒന്നും അറിയില്ല. ഇപ്പുറത്ത് എൻ്റെ അഡ്രസ്സ് എഴുതി, മറുപുറത്ത് ഫ്രം CG ചന്ദ്രമോഹൻ, നമ്മുടെ വീട്ടു അഡ്രസ്സ് എഴുതി പോസ്റ്റ് ചെയ്തു. വേറൊരു ഓൾറെഡി പോസ്റ്റ് ചെയ്തു. അത് എന്തോ നമ്മൾ വായിക്കുന്നത് രാഷ്ട്രപതി ഭവനിലെത്തി, ഇദ്ദേഹത്തിൻ്റെ കയ്യിലെത്തി. ഇത് ഇദ്ദേഹത്തെ കുറിച്ച് ആർട്ടിക്കിൾ ആയതുകൊണ്ടായിരിക്കണം. ഞാൻ സെക്രട്ടറി കൊണ്ടുപോയി കൊടുത്തു. ഇദ്ദേഹം ഇത് മുഴുവൻ വായിച്ചിട്ട് എനിക്കൊരു കമൻറ്റേഷൻ ചോദിച്ചു. ഞാൻ ഈ ആർട്ടിക്കിൾസ് മുഴുവൻ വായിച്ചു, നിങ്ങൾ ഇത്രയും ഡീപ്പായിട്ട് എൻ്റെ ബാല്യത്തെക്കുറിച്ച് എന്നെ സ്റ്റഡി ചെയ്തത് വളരെ നന്ദിയുണ്ട്, വളരെ ഇഷ്ടപ്പെട്ടു എനിക്ക്. അതുകൊണ്ട് എനിക്ക് താങ്കളെ നേരിൽ കാണണം. അതുകൊണ്ട് ഞാൻ ഹൈദരാബാദിലെ രാഷ്ട്രപതി ഭവനിൽ വന്ന് രാഷ്ട്രപതി നിലയത്തിൽ വരുമ്പോൾ നമുക്ക് കാണാം, ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും ഡൽഹി വന്ന് നമുക്ക് തമ്മിൽ കാണണം പറഞ്ഞ് എഴുതി. ഇത് കമൻറ്റേഷൻ കിട്ടി. പക്ഷേ നമ്മുടെ ജീവിതത്തിൻ്റെ തിരക്ക്, പ്രൊഫഷണൽ തിരക്ക് എന്ന് പറയട്ടെ, അത് കഴിഞ്ഞ് അദ്ദേഹം 2 പ്രാവശ്യം ഇവിടെ വന്നു. ഈ 2 പ്രാവശ്യവും എനിക്ക് പോയി കാണാൻ പറ്റിയില്ല. കാരണം പല തിരക്കുകളിൽപ്പെട്ട് അദ്ദേഹവും തിരക്കായിരുന്നു, എൻ്റെ പ്രൊഫഷണൽ തിരക്കും, ഇത് രണ്ടും വെച്ചുകൊണ്ട് എനിക്ക് അങ്ങനെ കാണാൻ പറ്റിയില്ല. പിന്നെ ഡൽഹിയിൽ പോയി കാണാനുള്ള അത്രയും ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ അത്രയും ഒരു സാഹസം ഞാൻ എടുത്തില്ല. അതുകൊണ്ട് സത്യം പറയുകയാണെങ്കിൽ അദ്ദേഹത്തെ നേരിട്ട് ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഇത് കണ്ടു, എനിക്ക് കമൻറ്റേഷനും കിട്ടി. അത് തന്നെ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു കാരണം എന്താ പറയുക, സാധാരണ ഈ കമൻറ്റേഷനൊക്കെ ഒരു എന്താ പറയുന്നത്, ഒരു ഫോർമലായിട്ട് ആൾക്കാരായിരിക്കും. ഇത് പുള്ളി സ്വന്തം പേന കൊണ്ട് സ്വന്തം കൈപ്പടയിൽ ഒപ്പിട്ട് എനിക്ക് അയച്ചത്, രാഷ്ട്രപതി ഭവന്റെ ലെറ്റർ ഹെഡിൽ സ്വന്തം കൈപ്പടയിൽ അയച്ചത്. അതൊരു വലിയൊരു കമൻറ്റേഷനാണ്. ഈ എഴുത്ത് മലയാളത്തിൽ എഴുതിയായിരുന്നു? അല്ല, ഇത് ഈ ആർട്ടിക്കിൾസ് ഒന്നും മലയാളത്തിൽ എഴുതിയിട്ടില്ല. അങ്ങനെ ഒരു സംഭവം മലയാളത്തിൽ ചെയ്യണം. വരാൻ പോകുന്ന കുട്ടികൾക്കും എല്ലാവർക്കും ഭയങ്കര ഒരു ഇൻസ്പിറേഷൻ ആയിരിക്കും ഇദ്ദേഹം, ഒരു ഇൻസ്പിറേഷൻ. കാരണം ഉച്ചയ്ക്ക് മറ്റുള്ള കുട്ടികൾ ചോറ്റുപാത്രത്തിൽ വന്ന് ചോറുണ്ടോണ്ടിരിക്കുമ്പോൾ ഇദ്ദേഹത്തിന് ചോറില്ല കഴിക്കാൻ. ചോറില്ലാഞ്ഞിട്ട് വെറുതെ കുത്തിയിരിക്കും. വൈകുന്നേരം വീട്ടിൽ ചെല്ലുമ്പോഴായിരിക്കും അമ്മ ജോലി ചെയ്തിരുന്ന വീട്ടിൽ നിന്ന് ഇച്ചിരി വല്ല പഴങ്ങനിയോ അങ്ങനെയുള്ള ചോറൊക്കെ കൊണ്ടുവന്ന് അതൊക്കെ കൂടി കഴിക്കുന്നത്. ഇവിടെ അത് കഴിഞ്ഞ് കോളേജിൽ പഠിച്ചപ്പോഴും ആ പ്രിൻസിപ്പളിന്റെ കാർ ഷെഡിലായിരുന്നു താമസിച്ചിരുന്നത്. അങ്ങനെ ജീവിതത്തിൽ വളരെ വളരെ ബുദ്ധിമുട്ട് സഹിച്ച് അങ്ങനെ ഉള്ളവർക്ക് ഇന്ത്യയുടെ രാഷ്ട്രപതി ആകാം, അതാണ് അങ്ങനെയും ആകാം എന്നുള്ള ഇന്നത്തെ തലമുറകളിൽ മുഴുവൻ അറിഞ്ഞിരിക്കുന്ന സംഭവമാണ്. തിരുവട്ടി അദ്ദേഹം ഒരു വലിയ മനുഷ്യനാണ്. ഒരു പുസ്തകത്തിൽ പബ്ലിഷ് വളരെ ഇന്നത്തെ കുട്ടികൾക്ക് അങ്ങനത്തെ ഉള്ള ഇൻസ്പിറേഷനാണ് കുട്ടികൾക്ക് വേണ്ടത്. സാർ കുറച്ച് സ്വകാര്യം, കുടുംബം. അതെ, എൻ്റെ ഭാര്യ ആശാ ചന്ദ്രമോഹൻ, അവിടെ ഡിഫൻസ് അക്കൗണ്ട്സ്, കേന്ദ്ര സർക്കാരിൻ്റെ ഡിഫൻസ് അക്കൗണ്ട്സിലെ അക്കൗണ്ട്സ് ഓഫീസറായിരുന്നു. 39 കൊല്ലം ആ ഡിപ്പാർട്ട്മെൻറ്റ് ജോലി ചെയ്ത് റിട്ടയറായി. പിന്നെ എനിക്ക് 2 മക്കളാണ്. മകള് സ്വപ്ന ചന്ദ്രമോഹൻ, അവൾ അമേരിക്കയിലാണ് 15 കൊല്ലമായിട്ട്. ഇപ്പോൾ അമേരിക്കൻ സിറ്റിസണാണ്, അവിടെ സെറ്റിൽഡാണ്. ടെക്സാസ് സ്റ്റേറ്റിലെ ഡാലസിൽ സ്വന്തം വീടൊക്കെ മേടിച്ച് അവിടെ താമസമാണ്. അവളുടെ ഭർത്താവ് വിനോദ് ചന്ദ്രശേഖരൻ. 2 പേരും ക്യാപിറ്റൽ ഫൈനാൻഷ്യൽ സർവീസസ് എന്ന് പറഞ്ഞ കമ്പനിയുടെ ഡയറക്ടേഴ്സാണ് 2 പേരും. അവർക്ക് ഒരു മകളാണ് സാൻവി, എൻ്റെ പേരക്കുട്ടി. പിന്നെ എൻ്റെ മകൻ വിനീത് ചന്ദ്രമോഹൻ, അയാൾ ഡെൽ കമ്പ്യൂട്ടേഴ്സിലെ സീനിയർ മാർക്കറ്റിംഗ് മാനേജറാണ്. അയാളുടെ വൈഫ് സുമ വിനീത്, അവൾ ഇൻഡിഗോ എയർലൈൻസിൽ ക്യാബിൻ മാനേജറാണ്.
ഇപ്പോൾ ലോങ് ലീവിലാണ്. അവൾക്ക് ഒരു കുട്ടിയുണ്ട്, നിമിഷ വിനീത്. അവളാണ് ഇപ്പോൾ എൻ്റെ സമയം കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ ഏറ്റവും കൂടെ നടക്കുന്ന എൻ്റെ ക്ലോസ് ഫ്രണ്ട് എന്ന് പറയുമ്പോൾ ഏറ്റവും അടുത്ത സുഹൃത്തായിട്ട് അവൾ കൂടെ നടക്കുകയാണ്. അത് ഇങ്ങനെയാണ് എൻ്റെ ജീവിതം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതാണ്, എൻ്റെ അച്ഛൻ എൻ്റെ വഴികാട്ടിയും എൻ്റെ എല്ലാമായ എൻ്റെ അച്ഛൻ PR ഗോപാലൻ നായർ, PR സാർ എന്ന് അവിടെ മുഴുവൻ ആ ഏരിയ മുഴുവൻ അറിയപ്പെടുന്ന PR സാർ എന്ന മാഷ് എന്നറിയപ്പെടുന്ന PR സാർ എൻ്റെ അച്ഛൻ. സുദീർഘമായ യാത്രയിൽ പിന്തിരിഞ്ഞു വരുമ്പോൾ താങ്കളുടെ ജീവിത വീക്ഷണം എന്ന് പറയുന്നത്, നമുക്ക് എപ്പോഴും നമ്മൾ നടന്നു വന്ന വഴികൾ, നമ്മൾ യാത്ര ചെയ്ത വഴികൾ ഒരിക്കലും മറക്കാതിരിക്കുക. എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പിന്തിരിഞ്ഞ് നോക്കണം, നമ്മൾ ഏതെല്ലാം വഴികളിലൂടെയാണ് നമ്മൾ നടന്നു വന്നത്. അപ്പൊ നമുക്ക് സ്വയം ഒരു സംതൃപ്തി ഉണ്ടാവും നമ്മൾ വന്ന വഴികൾ. രണ്ടാമത്, നമ്മൾ എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടി നന്മ മാത്രം പ്രതീക്ഷിക്കാതെ നന്മയ്ക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുക. എൻ്റെ അച്ഛൻ പറഞ്ഞിട്ടുള്ള പോലെ നമുക്ക് ആരെയും ഉപകരിക്കാൻ സാധിച്ചില്ലെങ്കിൽ ആരെയും ഉപദ്രവിക്കും, അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. അതോടുകൂടി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ കൂടുതൽ 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 അങ്ങ് ആഗ്രഹിക്കാതിരിക്കുക, പ്രതീക്ഷ കൈവിടിയാതിരിക്കുക. മലയാളികൾ എപ്പോഴും കഠിനാധ്വാനികളാണ്, അവർക്ക് നല്ലതേ വരും, പ്രത്യേകിച്ചും പ്രവാസികൾ. സാറ് ഹൈദരാബാദിലെ മലയാളികളുടെ ഇടയിലെ എല്ലാ അസോസിയേഷനും ഒരു നിറ സാന്നിധ്യമാണ്. അപ്പോൾ ഹൈദരാബാദിൽ താങ്കളെ സ്വാധീനിച്ച മലയാളികളും അസോസിയേഷനുകളും, അതുപോലെ ഹൈദരാബാദിൽ ജീവിച്ച് വിജയിച്ച പേരെടുത്ത മലയാളികൾ എന്ന് പരിചയപ്പെടുത്താം. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി 1964 ഹൈദരാബാദിലെ തെലങ്കാനയിലെ അല്ലെങ്കിൽ ആന്ധ്രാപ്രദേശിലെ മണ്ണിൽ വന്ന് ഇറങ്ങിയ ഒരു മലയാളിയാണ്. അന്ന് വളരെ കുറച്ച് മലയാളികളെ ഇവിടെ ഉള്ളൂ. എങ്കിൽ തന്നെയും നാളിതുവരെ എൻ്റെ ജീവിതം മലയാളികളുടെ ഇടയിൽ തന്നെയാണ്. ഞാൻ ഏതെല്ലാം മേഖലകളിൽ പ്രവർത്തിച്ചാലും ഇവിടുത്തെ മലയാളി സുഹൃത്തുക്കളോട്, പ്രത്യേകിച്ചും സാംസ്കാരിക സാമൂഹ്യ മണ്ഡലങ്ങളിൽ പ്രവർത്തിക്കുന്ന മലയാളി സുഹൃത്തുക്കളുമായിട്ട് ചേർന്നാണ് എൻ്റെ പ്രവർത്തന മണ്ഡലം. അപ്പോൾ അവരുമൊക്കെ ആയിട്ട് ചേർന്നാണ് ഞാൻ ഇന്നൊരു പിന്നെ പ്രവർത്തിച്ചു വന്നത്. അന്നത്തെ മലയാളികൾ എന്ന് പറഞ്ഞാൽ വളരെ പേരെടുത്ത മലയാളികൾ ഇവിടെ ഉണ്ടായിരുന്നു. അതിലാദ്യമൊക്കെ പറയുന്നത് നമ്മുടെ ഇവിടുത്തെ DGP ഡയറക്ടർ ജനറൽ ഓഫ് പോലീസായിരുന്ന ശ്രീ AK നമ്പ്യാർ, ചന്ദ്രശേഖരൻ, അവരൊക്കെ DGP ആയിരുന്നു. അതുപോലെ നമ്മുടെ സതി നായർ, മിനി മാത്യൂസ് തുടങ്ങിയ ചീഫ് സെക്രട്ടറി ആയിരുന്ന ആൾക്കാരാണ് ഇവരല്ല. സതി നായർ, അതുപോലെ മിനി മാത്യു പോലെയുള്ള ചീഫ് സെക്രട്ടറിമാർ, അതുപോലെ സെക്രട്ടറിമാർ വളരെയധികം ഉണ്ട്, IAS ഓഫീസർമാർ ധാരാളം. അതുപോലെ IPS VPP നായർ, AP രാജൻ തുടങ്ങിയ അഡീഷണൽ DGPമാർ, ഇങ്ങനെയുള്ള അനേകം വലിയ മലയാളികളുമായിട്ടുള്ള സമ്പർക്കവും ഒക്കെ അവരുടെയൊക്കെ ഉപദേശങ്ങൾ കേൾക്കാനും മാർഗനിർദ്ദേശങ്ങളൊക്കെ സ്വീകരിക്കാനും ഒക്കെ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ രണ്ടാമത്, ഞാനിവിടെ വരുമ്പോൾ അന്ന് ഈ ഹൈദരാബാദ് കേരള സമാജം മാത്രമേ ഉള്ളൂ അന്ന് ശ്രീധരേട്ടനും AP രാമകൃഷ്ണൻ എന്ന് പറഞ്ഞ റിസർവ് ബാങ്കിൽ ജോലി ചെയ്തിരുന്ന അദ്ദേഹം, അവരൊക്കെ പ്രവർത്തിച്ചിരുന്ന റിസർവ് ബാങ്കിലെ ഒരു നരേന്ദ്രൻ, അവരൊക്കെ പ്രവർത്തിച്ചിരുന്ന കേരള സമാജം ഹൈദരാബാദ്, അവർക്കും അന്നും സാംസ്കാരികമായിട്ട് ഞങ്ങൾ അന്ന് നാടകങ്ങൾ രവീന്ദ്രഭാരതിയിൽ അവതരിപ്പിക്കുമായിരുന്നു. ജ്വലനം എന്ന് പറഞ്ഞ നാടകം, അങ്ങനെ ഒരുപാട് നാടകങ്ങളൊക്കെ അവതരിപ്പിക്കുമായിരുന്നു. യേശുദാസിന്റെ ഗാനമേള പല പ്രാവശ്യം ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് അന്നത്തെ കാലത്തെ നമ്മളെ. അത് കഴിഞ്ഞാണ് സെക്കന്ദരാബാദ് കേരള സമാജം തുടങ്ങുന്നത്. അങ്ങനെ പക്ഷെ അതിലൊക്കെ പോയി ഔദ്യോഗിക ഭാരവാഹിത്വം എടുത്ത് പ്രവർത്തിക്കാനൊന്നും എനിക്ക് സാധിച്ചിട്ടുള്ള, കാരണം തിരക്ക്, ഈ പത്രപ്രവർത്തന രംഗത്ത് തിരക്ക് അങ്ങനെയാണല്ലോ, അതിനകത്തൊന്നും പറ്റാറില്ല. അത് കഴിഞ്ഞ് കുറച്ച് തിരക്ക് കുറഞ്ഞപ്പോഴാണ് ഞാൻ സംഘടനകളുടെയൊക്കെ എന്താ പറയുന്നത് ഒരു രക്ഷാധികാരിയോ എന്നൊക്കെ ആയിട്ട് അവരിങ്ങനെ എന്നെ, കാരണം അവർക്ക് ഒന്നും കൊണ്ടല്ല, സ്നേഹം കൊണ്ടാണ്. അതുകൊണ്ട് ഞാൻ കൂടുതൽ പ്രവർത്തിക്കുന്നത് കൊണ്ടെന്ന് പറയാൻ പറ്റില്ല, സ്നേഹം കൊണ്ടാണ്. കാരണം അവർക്ക് വേണ്ട ചില ഇതൊക്കെ കിട്ടും. അങ്ങനെ പല സംഘടനകളുടെയും മാർഗദർശിയായിട്ടും അതുപോലെ രക്ഷാധികാരിയായിട്ടും പ്രവർത്തിക്കുന്നുണ്ട്. തണൽ മലയാളി സേവാ സമിതി ആവട്ടെ, ഹൈദരാബാദ് NSS ആവട്ടെ, മഹാത്മാ മലയാളി സേവാ സമിതി, അതുപോലെ ഈ CTRMയുടെ ആദ്യത്തെ സംഘടന, അതിന്റെ പേരന്റ് ഓർഗനൈസേഷനായ ക്യാമ, കോൺഫെഡറേഷൻ ഓഫ് ആന്ധ്രാപ്രദേശ് മലയാളീസ് അസോസിയേഷൻ, അതിന്റെ ഫൗണ്ടർ വൈസ് പ്രസിഡന്റ് ഞാനാണ്. അപ്പൊ ഞങ്ങളതൊക്കെ തുടങ്ങിക്കഴിഞ്ഞാണ് ക്യാമ പിന്നെ CTRMA ആകുന്നത്. അങ്ങനെയുള്ള പല സംഘടനകളുമായിട്ടും പ്രവർത്തിക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അതിനൊക്കെ എന്നെ കൊണ്ടാകാവുന്ന രീതിയിലുള്ള കോൺട്രിബ്യൂഷൻ ഞാൻ ചെയ്യാറുണ്ട്. പ്രത്യേകിച്ചും ഈ
മാധ്യമരംഗത്ത് തണൽ അവര് സമിതി പുറത്തിറങ്ങിയ അവരുടെ മാഗസിൻ ന്യൂസ്, അതുപോലെ തന്നെ സ്നേഹധാര, ആദ്യം രാമകൃഷ്ണൻ സാറൊക്കെ സ്നേഹധാര എന്ന് പറയുന്ന ഒരു ചെറിയ പത്ര ഇതുണ്ടായിരുന്നു, വീക്കിലി. അതിലൊക്കെ ഞങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട്. അതുപോലെ ഓരോ സോവനീറുകൾ, ഇങ്ങനെ ഇതെല്ലാം. അങ്ങനെ നമ്മൾ മലയാളികളുടെ കൂടെ നിന്ന് അവരുടെ സർവ്വ ദുഃഖങ്ങൾ പറഞ്ഞ് പ്രവർത്തിച്ച ഒരാളാണ്. അതുകൊണ്ട് എപ്പോഴും എനിക്ക് ഈ നാട്ടിൽ ഇന്നും ഞാൻ ജീവിക്കുന്നതും ഞാൻ പ്രവർത്തിക്കുന്ന മണ്ഡലവും അത് ഏത് തന്നെ ആവട്ടെ മലയാളികളാണ് എൻ്റെ കൂടെ ഉള്ളത് എപ്പോഴും. അല്ലെങ്കിൽ പ്രത്യേകമായി സ്വാധീനം ചെലുത്തിയിട്ടുണ്ടോ നമ്മുടെ വളർച്ചയിലായിട്ട്? അങ്ങനെ പ്രത്യേകിച്ച് പറയാൻ ആരും എന്ന് പറയാനില്ലെങ്കിൽ എൻ്റെ ഒരു ഞാൻ പഠിച്ചിരുന്ന ന്യൂ സയൻസ് കോളേജിൻ്റെ ചെയർമാനായിരുന്ന TAK മേനോൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ചെയർമാനായിരുന്നു. ന്യൂ സയൻസ് കോളേജിൻ്റെ ചെയർമാനായിരുന്ന TAK മേനോൻ, അതുപോലെ പിന്നെ ഈ പറയുന്ന VPV നായർ, AP രാജൻ, ഇവരൊക്കെ ചില കാര്യങ്ങൾക്കെല്ലാം നമ്മൾ സമീപിക്കുമ്പോഴും എല്ലാം നമുക്ക് വേണ്ടത്ര, അതുപോലെ AP രാമകൃഷ്ണൻ സാറ്, അവരൊക്കെ അവരുടെ പ്രവർത്തന മണ്ഡലങ്ങളിൽ കൂടി നമുക്ക് ചിലതെല്ലാം കാണിച്ചു തന്നു. അവരെല്ലാം നമുക്ക് വളരെ എന്താ പറയുക, നമുക്കൊരു പ്രചോദനം നൽകിയ ആൾക്കാരാണ് ഇതിൻ്റെ കൂടെ. നമ്മുടെ പത്രപ്രവർത്തനത്തിൽ ഇന്നത്തെ ഇളം തലമുറക്കുള്ള ഉപദേശങ്ങൾ? അതെ, അതിനേക്കാൾ ഉപരി എനിക്ക് ഉപദേശിക്കാനൊന്നും വലിയ ആളല്ല ഞാൻ, എങ്കിൽ തന്നെയും എനിക്കൊരു കാര്യം, ഞാൻ ഈ 56 വർഷത്തെ ഈ ഹൈദരാബാദ് സെക്കന്ദരാബാദിലെ ജീവിതത്തിനിടയിൽ എന്നെ ഞാനാക്കിയ, അല്ലെങ്കിൽ ഞാൻ ഇന്ന് ഈ നിലയിൽ നിൽക്കുന്ന, ഈ രീതിയിൽ നിൽക്കുന്ന ഇതിന് എന്നെ സഹായിച്ച, അല്ലെങ്കിൽ എന്നോടൊപ്പം പ്രവർത്തിച്ച, ഞാനുമായി ബന്ധപ്പെട്ട എൻ്റെ എല്ലാ മലയാളി സുഹൃത്തുക്കൾക്കും, അതുപോലെ എല്ലാ മലയാളി സുഹൃത്തുക്കളും, ലോകമെമ്പാടുമുള്ള എൻ്റെ എല്ലാ മലയാളി സുഹൃത്തുക്കൾക്കും, എന്നെ ഈ നിലയിലെങ്കിലും ആക്കിയ അവർക്കെല്ലാവർക്കും എൻ്റെ നിസ്സീമമായ കടപ്പാട് ഞാൻ രേഖപ്പെടുത്തുന്നു. അതിലിപ്പോൾ അക്ഷര എന്ന് പറയുന്ന നമ്മളുടെ അക്ഷര കൂട്ടായ്മ, അതുപോലെ അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഇതൊക്കെ ഹൈദരാബാദിൽ ഞങ്ങൾ സ്വപ്നം കണ്ടിരുന്ന കാര്യങ്ങളാണ്. ഇങ്ങനെ എഴുതാൻ പറ്റുമോ എന്നുള്ളത് ഇതൊക്കെ ആ കൂട്ടായ്മയെല്ലാം ഇന്ന് മലയാളികൾക്കൊരു വലിയ അനുഗ്രഹമായി മാറിയിട്ടുണ്ട്. അങ്ങനെയുള്ള അതിൻ്റെ എല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്ന നിങ്ങൾ ഓരോരുത്തരോടും, എല്ലാ മലയാളികളോടും, പ്രത്യേകിച്ച് ഹൈദരാബാദ് സെക്കന്ദരാബാദിലെ, തെലങ്കാനയിലെ, ആന്ധ്രാപ്രദേശിലെ എല്ലാ മലയാളികളോടും എനിക്കുള്ള നിസ്സീമമായ കടപ്പാട് ഞാൻ ഒരിക്കൽ കൂടി രേഖപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം. ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ എന്തായിരിക്കണമെന്നാണ് അഭിലാഷം? ഇനി ഒരു ജന്മമുണ്ടെങ്കിൽ എനിക്ക് ഞാനായി തന്നെ പറക്കാനാണ് എനിക്കിപ്പോഴും ആഗ്രഹം. കാരണം എൻ്റെ ജീവിതത്തിന്റെ പിന്നെ മുഴുവൻ കർമ്മങ്ങൾ ചെയ്തു തീർത്തിട്ടില്ല എന്നാണ് എൻ്റെ. അപ്പോൾ ഞാനായി തന്നെ പറക്കാനാണ് ആഗ്രഹം. ഇതേ രീതിയിൽ തന്നെ പോകാനാണ് എൻ്റെ ആഗ്രഹം. CG എന്നറിയപ്പെടുന്ന നമ്മുടെ പ്രിയപ്പെട്ട ചന്ദ്രമോഹൻ സാറിനെ ഇത്രയധികം അടുത്തറിയാനും പരിചയപ്പെടാനും വിശകലനം ചെയ്യാനും സാധിച്ചതിൽ വളരെയധികം സന്തോഷം. നന്ദി സാർ. നന്ദി, നമസ്കാരം.